നമസ്കാരം. പഴണ്ടിപ്പേരിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുന്ന ട്രംപിന്റെ കടുത്ത നിലപാടിൽ ഇന്ത്യക്കാരെയും ഒഴിവാക്കുന്നില്ല. 104 ഇന്ത്യക്കാരെ വിലങ്ങിട്ട് നാട്ടിലെത്തിച്ചത് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയെന്നും രാജ്യത്തിനേറ്റ അപമാനമെന്നും പ്രതിപക്ഷം. അമേരിക്കൻ സൈനിക വിമാനത്തിൽ വിലങ്ങണിയിച്ച് ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാർ അറിഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിന് പുതിയ കാര്യമല്ലെന്ന് വിദേശമന്ത്രിയുടെ മറുപടി. 2009 മുതലുള്ള അതേ മാനദണ്ഡമാണ് 104 പേരുടെ കാര്യത്തിലും ഉണ്ടായതെന്നാണ് കേന്ദ്ര നിലപാട്. ഇനി എത്ര ഇന്ത്യക്കാർ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിൽ എത്ര പേരെ ഉടൻ തിരിച്ചയക്കും? അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്ന മാനദണ്ഡം എന്ത്? ഇന്ത്യ അമേരിക്ക സൗഹൃദത്തിനിടയിലും വിലങ്ങണിയിച്ചത് രാജ്യത്തെ അപമാനിക്കലോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈഡിബേറ്റിൽ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ ജോസഫ് ആന്റണി, അമേരിക്കയിൽ നിന്ന് മാധ്യമപ്രവർത്തകൻ ശ്രീ സജിമോൻ ആന്റണി, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധിയായ ശ്രീ വിൻസെന്റ് സേവിയർ പാലത്തിങ്കൽ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ റോണി കെ ബേബി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ഡോക്ടർ ജോസഫ് ആന്റണി, ഇതിപ്പോൾ ഇന്ന് പാർലമെന്റിൽ വലിയ രീതിയിലാണ് പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചത്. അവർ പല കാര്യങ്ങളും ചോദിച്ചു. 104 ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നത് അത് കേന്ദ്ര സർക്കാർ അറിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ എങ്ങനെ അമേരിക്കൻ സൈനിക വിമാനത്തിൽ ഇവരെ തിരിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇത് 2009 മുതലുള്ള പ്രൊസീജിയറാണ്, അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് വിദേശകാര്യമന്ത്രി പറയുകയാണ്. എന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് വിലങ്ങണിയിച്ച് ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നതിലാണ് ആശങ്കയുണ്ടാകുന്നത്. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത്. ഒന്ന്, ഒരു ഭരണാധികാരിയുടെ, അതായത് അമേരിക്ക പോലെയുള്ള രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണാധികാരിയുടെ ഒരു അഹങ്കാരം എന്നൊക്കെ തന്നെ സൂചിപ്പിക്കാവുന്ന ഒരു സ്വഭാവ സവിശേഷത. രണ്ട്, ആ അഹങ്കാരത്തിൽ നിന്ന് പുറപ്പെടുന്ന സാംസ്കാരിക ശൂന്യത. അമേരിക്ക പോലെയുള്ള രാജ്യത്തു നിന്ന് ഇത്തരം നടപടി ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അത് ഞാൻ വിശദീകരിക്കുന്നതാണെന്ന്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുമ്പോൾ, ഇത്തരം വേദനാജനകമായ ഒരു നടപടി ഉണ്ടാകുമ്പോൾ ആർക്കാണോ ആ നടപടി ഉണ്ടാകുന്നത്, ഏത് രാജ്യത്തിലെ പൗരന്മാർക്കാണോ നടപടി ഉണ്ടാകുന്നത്, അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ സമീപനം. ഇത് രണ്ടുമാണ് നമ്മളിവിടുത്തെ പ്രശ്നം. ശ്രീ ജയശങ്കർ, വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞതുപോലെ ഇതൊരു പുതിയ കാര്യമല്ല. എന്നാൽ ഇത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഒരു ചർച്ചാ വിഷയമായത്, ഒരു കോൺട്രവേഴ്സിയായി മാറിയത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നില്ല. അപ്പം നമ്മളാരും നിർബന്ധം പിടിക്കുന്നില്ല ഒരു രാജ്യത്ത് അനധികൃതമായി കഴിയുന്ന ആളുകളെ അവിടെ കുടിയിരുത്തണം, അവിടെ താമസിപ്പിക്കണമെന്ന് നമ്മളാരും പറയുന്നില്ല. അങ്ങനെ ആരും പറയാനും പറ്റില്ല. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ വർഷം ബൈഡൻ അമേരിക്കൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ 1010 പേര് ഇവിടെ വന്നല്ലോ. അത് ഇവിടെ വന്നു, അവർ പിന്നെ ഇറങ്ങിപ്പോയി. ആരും ഇവിടെ ഒരു ചർച്ചാ വിഷയമായില്ല. എന്തുകൊണ്ടാണ് ചർച്ചാ വിഷയം? മുതൽ എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് നാട് കടത്തപ്പെടുന്നുണ്ട്, അതായത് അനധികൃതമായി തിരിച്ചയക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കഴിഞ്ഞ വർഷം ഇന്ത്യയിലും വന്നു. ഏറ്റവും ഒടുവിൽ 1010 പേരാണ് വന്നത്. 1010 പേര് വന്നിട്ട് ഇവിടെ വല്ല തർക്കം ഉണ്ടായി. ഇപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? ഒരു അമേരിക്കയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹം വിചാരിക്കുന്നത് ഞാനൊരു ചക്രവർത്തിയാണ്, ആഗോള ചക്രവർത്തിയായി മാറിയിരിക്കുന്നു, എനിക്ക് ആർക്കെതിരെ എന്തിനു വേണ്ടിയിട്ടും ഒരു പ്രഖ്യാപനം നടത്താം, എനിക്ക് ഗാസ വേണമെങ്കിൽ ഞാൻ പിടിച്ചെടുക്കാം, പാനമ വേണമെങ്കിൽ പിടിച്ചെടുക്കാം, പിന്നെ എന്താണ് പറയുന്നത്, ഗ്രീൻലാൻഡ് വേണമെങ്കിൽ പിടിച്ചെടുക്കാം, അടുത്ത് കിടക്കുന്ന കാനഡ എന്ന് പറയുന്ന രാജ്യമാണെങ്കിൽ അതിനെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കാം. ഈ മാതിരിയുള്ള ഈ ഒരു രാഷ്ട്രീയത്തിൽ പാലിക്കേണ്ട യാതൊരുവിധ മര്യാദകളുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം നമ്മുടെ 104ഓളം വരുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ ഒരു സൈനിക വിമാനം നമുക്കറിയാം, 2-3 മണിക്കൂർ നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്താൽ പോലും നമുക്കൊന്ന് എഴുന്നേക്കാനോ കാല് നീട്ടാനോ കൈ നീട്ടാനോ അനങ്ങാനോ ഒക്കെ ഒരു തോന്നലുണ്ടാവും ശരീരമായതുകൊണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യമുണ്ടപ്പോൾ കയ്യിലും കാലിലും വിലങ്ങ് വെച്ച്, അത് എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ പറഞ്ഞു തുടങ്ങി, കയ്യിലും കാലിലും വിലങ്ങ് വെച്ചുകൊണ്ട് ബെഞ്ച് പോലുള്ളൊരു കസേരയിൽ അനങ്ങാൻ പോലും കഴിയാത്ത തരത്തിൽ 40ഓളം മണിക്കൂർ നേരം ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു യാത്രക്കാർ ഞങ്ങൾക്ക് നരകതുല്യമായ ജീവിതത്തിലാണ് വന്നത്. ഞങ്ങൾക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോകാൻ അനുവദിക്കുന്നില്ല, വളരെയധികം തവണ ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് ടോയ്ലറ്റിൽ പോകാൻ അനുവദിക്കുന്നത്. ഭക്ഷണം കഴിക്കേണ്ട നേരത്ത് പോലും വെലം കഴിച്ചില്ല, വെലങ്ങോട് കൂടിയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഒരു ഇത്രയും നീചമായും നിഷ്ഠൂരമായുമുള്ള ഒരു രീതിയിൽ ഒരു ഏറ്റവും വലിയ, അതായത് അമേരിക്ക എന്നൊക്കെ പറയുന്നത് സംസ്കാരം അങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന
നിൽക്കുന്ന രാജ്യമാണ്, സ്വപ്ന ഒരു ഡ്രീം നേഷനാണെന്നൊക്കെ പറയുന്ന രാജ്യം, അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ ഒരു ഭരണാധികാരി ഇത്രമാത്രം നീചമായി ചെയ്യാൻ അവർ കൊടും കുറ്റവാളികളൊന്നുമല്ല, അവർ കള്ളക്കടത്തുകാരല്ല, അവർ എന്താണ് ഒരു ഭീകരന്മാരായിട്ടുള്ള ആൾക്കാരല്ല, ഭീകരന്മാരുമല്ല. അപ്പോൾ നിയമവിരുദ്ധമായി, എന്നാൽ ചിലരൊക്കെ ആദ്യമേ പോയി പെർമിറ്റോട് കൂടിയൊക്കെ പോയിട്ട് അതൊക്കെ കഴിഞ്ഞില്ല നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആളുകൾ അവിടെ ആ ആൾക്കാരെ ഇങ്ങോട്ട് വിടുമ്പോൾ ആ വിടുന്ന നടപടി ഇത്രയും സംസ്കാരശൂന്യമായി പോയത് ഈ ഭരണാധികാരിക്ക് ഇത്രയും അഹന്തയുള്ള ഭരണാധികാരിയുമായതുകൊണ്ടും അദ്ദേഹം കേന്ദ്ര സർക്കാർ അറിഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അങ്ങനെ അറിയാതെ ഒരിക്കലും സംഭവിക്കുകയില്ല. മാത്രമല്ല എസ് ജയശങ്കർ പറയുകയും ചെയ്തിരുന്നു അതിന്റെ പ്രൊസീജിയർ എന്താണ് എന്നുള്ള കാര്യം, അമേരിക്കയുമായി ആശയവിനിമയം നടത്തിയിരുന്നു എന്നുള്ളത്. അതിൽ ഈ തിരിച്ചയക്കുന്ന ആളുകളുടെ സ്വഭാവം, അതായത് എന്തുകൊണ്ട് അവർ തിരിച്ചയക്കപ്പെടുന്നു, ഏത് രീതിയിൽ അവർ അമേരിക്കയിൽ ചെന്നെത്തിയവരാണ്, ഒരു കാരണവശാലും അവരെ അവിടെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് തിരിച്ചയക്കുന്ന ആളുകൾ 104 പേരാണല്ലോ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതൊരു വലിയ സംഖ്യയൊന്നുമല്ല, 18,000-ഓളം ആളുകൾ ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. 104 പേർ. ഇത് കൃത്യമായി ആശയവിനിമയം നടന്നിട്ടുമുണ്ട്. പിന്നെ സൈനിക വിമാനത്തിലാണ് കൊണ്ടുവരുന്നത് എന്ന കാര്യവും ഇന്ത്യക്ക് അറിയാമായിരുന്നു. ഈ വിലങ്ങണിയിച്ചാണ് കൊണ്ടുവരുന്നത് എന്ന കാര്യവും അറിയാമായിരുന്നു. അതിൽ വിദേശമന്ത്രി പറയുന്നത് സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങ് അണിയിക്കരുത് എന്നുള്ളതായിരുന്നു. പിന്നെ ടോയ്ലറ്റ് സൗകര്യം ഉപയോഗിക്കുന്ന സമയത്ത് അവരെ വിലങ്ങ് അഴിക്കണം എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ SOP അനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടന്നു എന്നാണ്. അത് 2009 മുതലുള്ളത് അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ICE മാനദണ്ഡ പ്രകാരമുള്ളതാണ്. അതിൽ ഒരു മാറ്റവും വരുത്തുവാൻ നമ്മുടെ രാജ്യത്തിന് അധികാരമില്ല. അമേരിക്ക അവരുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ്. അത് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് സുരക്ഷിതരായി അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിഞ്ഞല്ലോ എന്ന്. അല്ല, ഇവിടെയാണ് പ്രശ്നം. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് തർക്കവിഷയമായത്? ഈ തരത്തിൽ സൈനിക വിമാനത്തിൽ 40 മണിക്കൂറോളം നേരം കൈയും കാലും ബന്ധിക്കപ്പെട്ട് ഇന്ത്യക്കാരായിട്ടുള്ള ആൾ, ഈ ചൈനക്കാരും പാകിസ്ഥാൻകാരും ഒന്നുമല്ലല്ലോ വന്നത്, ഇന്ത്യക്കാരാണ്. ഗുജറാത്തിലും പിന്നെ ഹരിയാനയിലും ഒക്കെയുള്ള ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ഭീകരന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരല്ലാതിരിക്കവേ നിയമവിരുദ്ധമായ ഒരു രാജ്യത്ത് താമസിച്ചു എന്നൊരു കുറ്റമല്ലാതെ അവരെ നാട് കടത്തുമ്പോൾ ഇന്ത്യയിലെ ഇന്ത്യൻ ബോർഡർ എത്തുമ്പോഴും അവർ കയ്യിലും കാലിലും വിലങ്ങാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പ്രശ്നം. നമ്മൾ ഇതിനെതിരായി നമുക്ക് സൗഹൃദമാവാം, ഒരു രാഷ്ട്രവുമായി സൗഹൃദമാകാം. കൊളംബിയ ഇത്തരം സൈനിക വിമാനത്തിൽ അവരുടെ ആളുകളെ അവിടെ കൊണ്ട് ചെന്നെത്തിച്ചപ്പോൾ ഇറങ്ങാൻ സമ്മതിച്ചില്ല, മെക്സിക്കോ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു രാജ്യം ചെറുതോ വലുതോ എന്നുള്ളതല്ല, ആ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമുണ്ട്, ആ പൗരന്മാരുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമുണ്ട്. നമ്മളൊരു വലിയ രാജ്യമാണെന്ന്, ലോകത്ത് വലിയ ശക്തിയായി വളർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പറച്ചിൽ അനുഭവിക്കേണ്ടത് ജനങ്ങളല്ലേ. ആ ജനങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ അത് ഉണ്ടാവണ്ടേ. അപ്പോൾ അതായത് ഇത്തരമൊരു നടപടി ഒരു രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ നമ്മുടെ സൗഹൃദ രാജ്യമാണെങ്കിൽ പോലും അതിനെതിരായി ശക്തമായി പ്രതികരിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. അങ്ങനെ പ്രതികരിക്കുന്നതിൽ രാജ്യത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ? വിദേശമന്ത്രി പക്ഷേ ന്യായീകരിക്കുകയായിരുന്നു ഇത് നേരത്തെ ഉള്ള കാര്യം തന്നെയാണ്, പുതുതായിട്ട് ഇതിനകത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. അല്ല, ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നത് ഇവര് ഒരു രാജ്യത്ത് അനധികൃതമായി താമസിച്ചു എന്നൊരു കുറ്റമല്ലേ ചെയ്തിട്ടുള്ളൂ, മറ്റു കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. ഫെഡറൽ നിയമം അനുസരിച്ചിട്ട് അതൊരു ക്രൈമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചയക്കുന്നതിൽ അദ്ദേഹം എതിർപ്പ് പറഞ്ഞിട്ടില്ല. അല്ല, അത് പിന്നെ എന്ത് ചെയ്യണം? റോൾസ് റോയ്സിൽ വിടണമായിരുന്നോ? അങ്ങനെയാണോ പറയുന്നത്? ആ രാജ്യത്ത് അനധികൃതമായിട്ട് അവിടെ ആ രാജ്യത്ത് താമസിക്കുന്നത് നിയമവിധേയമല്ലാതെ താമസിക്കുന്ന ആൾക്കാരെ എങ്ങനെ തിരിച്ചയക്കണം എന്നതുമായി ബന്ധപ്പെട്ട് നിയമം അദ്ദേഹം ആദ്യം പഠിക്കണം. ഒന്നാമത്തെ കാര്യം, ഇത് പൊടുന്നനെ എടുക്കുന്ന ഇന്നലെ ഒരാളിനെ കണ്ടുപിടിച്ചിട്ട് അയാളെ ഇന്ന് ഡീപ്പോർട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അമേരിക്കയിൽ തന്നെ ഇപ്പോൾ പ്യൂ റിസർച്ച് സെന്ററിന്റെ ഒരു കണക്കുണ്ട്. 2 വർഷം മുമ്പ് വന്നിരിക്കുന്ന ആ കണക്കനുസരിച്ചിട്ട് 7 ലക്ഷം ഇന്ത്യക്കാരെ അനധികൃത കുടിയേറ്റക്കാരായിട്ട് അൺഡോക്യുമെന്റഡ് ആയിട്ട് അമേരിക്കയിൽ ഉണ്ട് എന്നാണ് കണക്ക്. ഇതിലെല്ലാ ആൾക്കാരെയും തിരിച്ചയച്ചിട്ടുണ്ടോ? ഇല്ല. അവരെല്ലാ ആൾക്കാരെയും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇന്നലെ കണ്ടിരിക്കുന്ന ഒരാളിനെ അനധികൃത കുടിയേറ്റക്കാരനാണ് എന്ന് പൊടുന്നനെ പിടിച്ച് തിരിച്ചുവിടുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. അവിടെയുള്ള ഒരാളിനെ അവരെ ഐഡന്റിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ICE എന്ന് പറയുന്ന ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ ഹോംലാൻഡ് സെക്യൂരിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പലപ്പോഴും പല കേസുകളിൽ അമേരിക്കക്കാർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് ആൾക്കാരെ ഇവർ പിടികൂടുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവരെയും തന്നെ ഇവർ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഈ ഓരോ കേസും ഇൻഡിവിജ്വലി അവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ മുന്നിൽ വരുന്നുണ്ട്.
അതായത് വെറുതെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കയറ്റി വിടുക അല്ല ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ മുന്നിൽ വരുന്നു, ഓരോ കേസും പ്രത്യേകമായിട്ട് കോടതി കേൾക്കുന്നു. കേട്ടതിന് ശേഷം ആ കാര്യത്തിൽ അവരുടെ രേഖകളുണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഒരാൾ അൺഡോക്യുമെന്റഡ് ആണോ അയാൾ ഇല്ലീഗൽ മൈഗ്രന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ആ തീരുമാനം എടുക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ആണ്, അവിടുത്തെ കോടതികളാണ് തീരുമാനിക്കുന്നത്. ഈ തീരുമാനത്തിന് വേണമെങ്കിൽ ഇവർക്ക് അപ്പീൽ ചെയ്യാം. ആ അപ്പീൽ ചെയ്യുന്നതിനുള്ള അനുവാദവും എല്ലാ കാര്യങ്ങളും ഇവർക്കുണ്ട്. അത് സ്വന്തമായിട്ടുള്ള പൈസ മുടക്കി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് നിയമസഹായത്തിന്റെ കാര്യത്തെക്കുറിച്ചും ജയശങ്കറുമായിട്ട് ഇന്ന് വിദേശമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. എംബസി മുഖാന്തരം എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എംബസിയിലേക്ക് ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല എന്നാണ്. ഇവിടെ ഡോക്ടർ ജോസഫ് ആന്റണി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനു മുൻപും ശരിയാണ്, 2009 മുതൽ അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചയച്ച് ആളുകൾ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വിലങ്ങണിയിച്ചു എന്നുള്ള കാര്യം വിവാദമായി ില്ല. പിന്നെ സൈനിക വിമാനത്തിലല്ല കൊണ്ടുവന്നിട്ടുള്ളത്, ഇതിനു മുൻപുള്ള സമയങ്ങളിൽ അത് ചാർട്ടേഡ് വിമാനത്തിലായിരുന്നു എന്നുള്ളൊരു വാദമുണ്ട്. ഡോക്ടർ ജോസഫ് ആന്റണി അത് പറഞ്ഞിരുന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോഴും അദ്ദേഹം അതാണ് പറഞ്ഞത്, അന്ന് സൈനിക വിമാനങ്ങൾ അല്ലായിരുന്നു എന്ന്. ഇന്ന് മന്ത്രി സംസാരിച്ച സമയത്ത് അദ്ദേഹം ഏത് വിമാനത്തിലാണ് ഇതിനു മുൻപ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന കാര്യം പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എന്തെങ്കിലും ഇത് ഈ സമയത്ത് വിവാദമാകുവാനുള്ള കാരണം എന്താണ്? മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഇവരെ ഇല്ലീഗൽ മൈഗ്രന്റ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ആ കേസ് ബാക്കി ഫോളോ അപ്പ് ചെയ്യുന്നത് ഐസ് ആണ്, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആണ്. അവർ പിന്നീട് ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതിന് മുമ്പായിട്ട് ഇവരിങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള മൈഗ്രന്റുകൾക്ക് ഒരു ഓപ്ഷൻ കൊടുക്കും. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തം ചെലവിൽ തിരിച്ചു പോകാം, വോളണ്ടറി ഡിപ്പാർച്ചർ എന്നാണ് അതിന് പറയുന്നത്. ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് പണം മുടക്കി നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ തിരിച്ചു പോകുന്നു, അത് അവർ എൻഷുർ ചെയ്യുന്നു. ഇത് ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ് അവിടെ ഡിറ്റൻഷൻ സെന്ററുകളിൽ തുടർന്നും കഴിഞ്ഞതിന് ശേഷം ഈ പരിപാടികളെല്ലാം പൂർത്തിയായതിനു ശേഷം അവരെ ഡീപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഡീപ്പോർട്ട് ചെയ്യുന്ന സമയത്തും നിയമപ്രകാരം അവർക്ക് 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് സിവിലിയൻ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാം, 2 മിലിറ്ററിയുടെ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാം. സിവിലിയൻ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അല്ല എന്ന് അദ്ദേഹത്തിനോട് ആരാ പറഞ്ഞത്? ഞാൻ ഈ SOP വായിച്ചു നോക്കിയതാണ്. ഈ SOPയിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ റെസ്ട്രെയിനിങ് ഡിവൈസസ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഹാൻഡ് കഫ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, സ്റ്റീലിന്റെ ഹാൻഡ് കഫ് ഉപയോഗിക്കാം, പ്ലാസ്റ്റിക്കിന്റെ ഡിസ്പോസിബിൾ ഹാൻഡ് കഫ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ലെഗ് അയൺ അല്ലെങ്കിൽ ലെഗ് ഷാക്കിൾസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, മാർട്ടിൻ ചെയിൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ബെല്ലി റെസ്ട്രെയിന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെ പറ്റി ഔദ്യോഗികമായിട്ട് ആ രാജ്യത്ത് രേഖയുണ്ട്, നിയമമുണ്ട്. ഇനി നിങ്ങൾ ചാർട്ടർ ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിലാണ് നിങ്ങൾ ഒരു സിവിലിയൻ എയർക്രാഫ്റ്റിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അയാട്ടയുടെ ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ. അവിടെ യൂസ് ഓഫ് റെസ്ട്രെയിൻസ് വിലക്കിയിട്ടുണ്ടോ? ഇല്ല. പകരം കൂടെ നിൽക്കുന്ന മാർഷൽ ഉണ്ടായിരിക്കണം, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് അയാട്ട ഇറക്കുന്ന ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യൻ എംബസിയെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അവിടെ ഇവർ താമസിക്കുന്നത് അനധികൃതമാണ് എന്ന് ഇവർക്ക് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരു രാജ്യത്തേക്ക് പോയതിനു ശേഷം ആ രാജ്യത്തുള്ള നിയമം എന്താണോ ആ നിയമത്തിനെ വയലേറ്റ് ചെയ്ത് നിന്നിരിക്കുന്ന ആൾക്കാർക്ക് റോൾസ് റോയ്സ് അയച്ച് അവരെ കൊണ്ടുവരാൻ പറ്റില്ല. ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഭവങ്ങൾ, അവരുടെ റിസോഴ്സസ്, അവരുടെ അവസരങ്ങൾ ആ രാജ്യത്തുള്ള ആൾക്കാർക്കും അവിടെ വന്നിരിക്കുന്ന മൈഗ്രന്റ് ലീഗലായിട്ട് വന്നിരിക്കുന്ന മൈഗ്രൻസിന് മാത്രമാണ്. അതല്ലാതെ ഓരോ രാജ്യത്തു നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാമൂഹ്യ സുരക്ഷാ ഭീഷണിയുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ഫെഡറൽ ക്രൈമായി മാറുന്നത്. സജിമോൻ ആന്റണിയിലേക്ക് പോവുകയാണ്. അദ്ദേഹം അമേരിക്കയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ സജിമോൻ ആന്റണി, ഈ 18,000-ന്റെ ഒരു കണക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 7.25 ലക്ഷം ഇന്ത്യക്കാർ ഇങ്ങനെ വേണമെങ്കിൽ അവരെ അവിടെ നിന്ന് തിരിച്ചയക്കാം എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില പഠനങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? 104 ഇന്ത്യക്കാരെയാണ് തിരിച്ചയച്ച് അവർ അമൃത്സറിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിൽ കൂടുതൽ ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നുണ്ടോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം? ഇന്നെന്തായാലും വിദേശമന്ത്രി അതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. മഞ്ജുഷ, തീർച്ചയായിട്ടും എൻ്റെ സഹപാനലിസ്റ്റ് പറഞ്ഞ ചില പോയിന്റുകളോട് യോജിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ വന്ന പ്ലെയിനിനകത്ത്, മിലിറ്ററി പ്ലെയിനിനകത്ത് 104 ആണ്, അത് കറക്റ്റാണ്. അതോടൊപ്പം ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് 18,000 പേരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1,70,70,000 മറ്റ് ആൾക്കാരെയും കൂടെ ഇന്ത്യൻ ഇമിഗ്രൻസിന്, ഇല്ലീഗൽ ഇമിഗ്രൻസിനെയും കൂടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ റിസർച്ച് പ്രകാരം 7 ലക്ഷത്തിന് മുകളിൽ അധികം ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇന്ത്യയിൽ നിന്നുണ്ട്. പ്രത്യേകിച്ചും പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലാണ് കൂടുതലും ഉള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോഴത്തെ 104-നകത്ത് ഭാഗ്യവശാലും മലയാളികൾ ആരും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ചോദിച്ചാൽ, എനിക്കിപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇവരോട് സിമ്പതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് സിമ്പതി ഉണ്ട്, ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ. എന്നാൽ ശ്രീജിത്ത് പറഞ്ഞ പോണക്ക് തന്നെ അവർ എങ്ങനെയാണ് ഇവിടെ വന്നത്?
നാട്ടിൽ തൊഴിലായിട്ട് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞത് 50 ലക്ഷത്തിനും 1 കോടിക്കും രൂപയൊക്കെ അധികം ദലാൽമാർക്ക് മുടക്കി അവര് 3-4 മാസം 5-6 കൺട്രികൾ നടന്നും നീന്തിയും ഒക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്ന് എന്നുള്ളതിലും എനിക്ക് സിമ്പതിയുണ്ട്. എന്നാൽ അവർ വന്ന രീതി കറക്റ്റ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം നേരിടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തേത്, ഇത് അമേരിക്കയിൽ ഒരു പുതിയ സംഭവമല്ല. ഇവിടെ വർഷങ്ങളായിട്ട് പല രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഇവിടുത്തെ സദേൺ അമേരിക്കൻ കൺട്രികളിൽ നിന്നൊക്കെ വളരെയധികം കുടിയേറ്റം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ഇവിടെ നിന്ന് നോക്കുമ്പം ഇത് ഒരു അൺലിമിറ്റഡ് ആയിട്ട് പോയി ഇവിടുത്തെ റിസോഴ്സുകൾ മുഴുവൻ അൺലിമിറ്റഡ് ആയിട്ട് വേസ്റ്റ് ആകുന്നു എന്നുള്ള ഒരു തോന്നുന്നു. ആ ഒരു മാൻഡേറ്റ് ആണ് ട്രംപിന് കിട്ടിയത് കഴിഞ്ഞ ഇലക്ഷന്. ആ ഒരു മാൻഡേറ്റ് അദ്ദേഹം ഉപയോഗിക്കുന്നു എന്ന് കരുതി ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷൻസ് ഒന്നും ഈ ഒരു മാൻഡേറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചു വിട്ടില്ല എന്നല്ല പറഞ്ഞു. ഇതൊരു പ്രോസസ്സ് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. അല്ല, അതിൽ എന്ത് മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോൾ ട്രംപ് അല്ല, ഇത് ഒരു വിശാലമായ രീതിയിൽ, അതായത് തുടരെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുകയും അവരെ അതാത് രാജ്യങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണല്ലോ കൊളംബിയയുമായിട്ടൊക്കെ ഇങ്ങനെ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണോ ഇന്ത്യയിലേക്ക് ആളുകളെ തിരിച്ചയച്ചപ്പോൾ അത് ഇത്രമാത്രം വിവാദമായി മാറിയത്? പിന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സൈനിക വിമാനത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ചാർട്ടേഡ് വിമാനത്തിൽ കൊണ്ടുവന്നില്ല എന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് കേട്ടു. എന്തെങ്കിലും വ്യത്യാസം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ? തികച്ചും ന്യായമായ 2 കാര്യമാണ്. എന്തുകൊണ്ട് സൈനിക വിമാനം ഉപയോഗിച്ചു, രണ്ടാമത്തത് ഷാക്കിൾസ് എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്നുള്ളത്. ഇപ്പൊ 2009-ലും 2014-ലും ഒക്കെ ഇതേ സിമിലർ സിറ്റുവേഷൻ വന്നപ്പം അന്നത്തെ അമേരിക്കൻ ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും വേറൊരു തലത്തിലായിരുന്നു അതിനെ ഡീൽ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഒരു എന്താ പറയുന്നത് ഒരു പ്രതിഫലനമായിരുന്നു അന്ന് സൈനിക വിമാനം ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഷാക്കിൾസ് ഇല്ലാതെ വന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ഇന്ന് ട്രംപ് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അത് ഇന്ത്യ ആണെങ്കിലും സദേൺ അമേരിക്ക ആണെങ്കിലും നൈബറിംഗ് കൺട്രി ഡിയർ ഫ്രണ്ട് കാനഡ ആണെങ്കിൽ പോലും വളരെ ഒരു ശക്തമായ നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ശക്തമായ നിലപാട് എടുത്തെങ്കിൽ മാത്രമേ ഇവിടുത്തെ അനധികൃത കുടിയേറ്റത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് 2005-ലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ അമേരിക്കയിൽ വരുന്നത്. ആ സമയത്തൊക്കെ മീഡിയ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, മീഡിയ വാച്ച് ചെയ്യുമ്പം പലപ്പോഴും ഇങ്ങനെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ വളരെ എന്താ പറയുക രാജകീയമായ ഒരു വിട്ടയക്കലായിരുന്നു ആ സമയത്ത് കൊടുത്തിരുന്നത്. കാരണം ചാർട്ടേഡ് ഫ്ലൈറ്റിലും അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തു കൊടുത്ത് നല്ലൊരു രീതിയിലായിരുന്നു അവർ ചെയ്തിരുന്നത് ആ സമയങ്ങളിൽ. അതിന്റെ പ്രതിഫലനമായിരിക്കാം അൺലിമിറ്റഡ് ആയിട്ട് ഒരു കുടിയേറ്റം ഇങ്ങോട്ട് വരികയും ഇവിടുത്തെ കൺട്രി ഈ ഒരു രാജ്യത്തെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കുകയും ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയും ഒരു പരിധിവരെ ബാധിക്കുകയും ചെയ്തതിന്റെ പ്രതിഫലനമായിട്ടാണ് ഇപ്പോഴത്തെ ഒരു സ്ട്രോങ്. പിന്നെ ഇന്നൊരു എം പി രാജ്യസഭയിൽ പറയുന്നത് ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട് വന്നവരിൽ തന്നെ അമേരിക്കയിൽ സമ്പത്തുള്ളവരുണ്ട്. അവരുടെ സമ്പത്ത് എങ്ങനെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു ചോദ്യം മന്ത്രിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു രാജ്യസഭയിൽ. അങ്ങനെയുള്ള സാഹചര്യം പോലും അവിടെയുണ്ടോ? ഈ അനധികൃത കുടിയേറ്റക്കാർ എന്ന ഗണത്തിൽപ്പെടുത്തി അവരെ കണ്ടെത്തുന്നതിനുള്ള കൃത്യമായ മാനദണ്ഡം പാലിക്കുന്നുണ്ടോ? അവിടെ ഇങ്ങനെ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനെതിരെ വലിയ പ്രക്ഷോഭമൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതിനൊരു കാരണമായിട്ട് വരുന്നത് ഇങ്ങനെ ഇവരെ കണ്ടെത്തി തിരിച്ച് രാജ്യങ്ങളിലേക്ക് അയക്കുന്നതിൽ തെറ്റായ രീതികൾ കടന്നു വരുന്നത് കൊണ്ടാണോ? അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഈ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെന്റ് ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രതിഫലനമാണ് ഒന്ന്. രണ്ടാമത്തേത്, ലോക രാജ്യങ്ങൾക്ക് ഒന്നടങ്കം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ ലീഗൽ മാർഗമായിട്ടല്ലാണ്ട് ഇല്ലീഗലായിട്ട് വേറൊരു രീതിയിലും വേറെ ഒരു രാജ്യത്തു നിന്ന് ഇങ്ങോട്ട് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അവർക്കൊരു രാജകീയമായ വെൽക്കമോ സെൻഡ് ഓഫോ ആയിരിക്കില്ല കിട്ടുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് അത് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മൂന്നാമതായിട്ട് മുമ്പേ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാർക്ക് സ്വത്ത് സമ്പാദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗൽ വേയിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ലീഗൽ വേയിൽ അവർക്ക് ഇവിടെ സ്ഥലം വാങ്ങിക്കാനോ അല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്യാനോ പറ്റത്തില്ല. എന്നാൽ എല്ലാ രാജ്യത്തും അല്ലെങ്കിൽ എല്ലാ മാർക്കറ്റും ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ട്. ആ ബ്ലാക്ക് മാർക്കറ്റിന്റെ രീതിയിൽ അവർക്ക് ചിലപ്പം കാർ കണ്ടേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ കണ്ടേക്കാം. അതൊന്നും ലീഗൽ ആയിരിക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇവിടെ എന്തുകൊണ്ട് ഇപ്പൊ ഇത്രയും വളരെ സ്ട്രോങ് വരുന്ന വെച്ച് കഴിഞ്ഞാൽ മൃദുലമായ നയങ്ങൾ, അത് ഇതിനു മുമ്പത്തെ നയങ്ങൾ ആരാധനാലയങ്ങളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ പബ്ലിക് പാർക്കുകളിൽ അങ്ങനെയുള്ള പബ്ലിക് പ്ലേസിൽ പോയിട്ട് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൈവിലങ്ങ് വെക്കാനോ അവരെ ചോദ്യം ചെയ്യാനോ പാടില്ല എന്നുള്ളൊരു സമീപനമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നുകൂടെ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അതും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എടുത്തു കളഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ
ഏതൊരു ദേവാലയത്തിലേക്കോ സിനഗോഗിലേക്കോ അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ സ്കൂളുകളിലേക്കോ ഈവൻ ഹോസ്പിറ്റലുകളിലേക്ക് പോലും ഐസിനോ അല്ലെങ്കിൽ പോലീസിനെ കയറി ചെന്ന് നമ്മുടെ ID ചോദിക്കുവാനും അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരം ഗവൺമെന്റ് ഐസിന് കൊടുത്തു. അപ്പൊ അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശ്രീ സജിമോൻ ആന്റണി ഈ പറയുന്ന താങ്കൾ പറഞ്ഞ കണക്ക് എന്ന് പറഞ്ഞാൽ 100,000-ന് മേലെ ആളുകളില്ലേ ഇന്ത്യക്കാർ, അവരേത് സമയത്തും തിരിച്ചയക്കപ്പെടാം എന്നുള്ള ഒരു ഭീഷണിയിലാണ് നിൽക്കുന്നത് അല്ലേ? അവരെ കണ്ടെത്തിയവരുടെ കണക്കാണോ ഇത്? എന്നാൽ ഇന്ത്യയുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ അവിടുന്ന് ഒരു ചാർട്ടേഡ് വിമാനം ഇങ്ങോട്ട് അയക്കുവാണെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റ് ഒരിക്കലും പറയത്തില്ല ഇല്ല ഞങ്ങൾ അതിനെ റെഫ്യൂസ് ചെയ്യാണ്, ഞങ്ങളുടെ മിലിറ്ററി വിമാനത്തിൽ നിങ്ങൾക്ക് തന്നുവിടൂ എന്ന് പറയത്തില്ല. മേ ബി ഇന്ത്യ ഗവൺമെന്റ് അവരുടെ ഒരു പോസ്റ്റർ ഒന്നും കൂടെ മൃതപ്പെടുത്തിയിട്ട് അവർ ഇങ്ങോട്ട് ഒരു ചാർട്ടേഡ് വിമാനം അയക്കുവാണെങ്കിൽ മേ ബി ഇപ്പൊ വന്ന ഈ കൈവലിങ്ങിന്റെ കാര്യങ്ങളും ഇപ്പൊ വന്ന മിലിറ്ററി എയർക്രാഫ്റ്റ് ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ മേ ബി ഒഴിവാക്കാമായിരുന്നു. എന്നാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ സമീപനം അങ്ങനെയല്ല. അവർക്കും മനസ്സിലാവുന്നുണ്ട്, കാരണം നമ്മളൊരു ഇവരൊരു ഇല്ലീഗൽ ആയിട്ടുള്ള ആൾക്കാരെ ഡീൽ ചെയ്യുമ്പോൾ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു വരുമ്പം അവർക്കും ഒരു അഭിമാന പ്രശ്നമുണ്ട്. കാരണം ഒരു ചമ്മലോട് കൂടി ആയിരിക്കും അവർ ഇങ്ങോട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് അവരും കണ്ണടച്ച് നിൽക്കുകയാണ്. അത് വരുന്നത് അങ്ങ് പൊക്കോട്ടെ ആ ഒരു രീതിയിലാണ്. ഏതായാലും ഈ ഒരു സമീപനം മയപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റു പല ചർച്ചകൾക്കും വേണ്ടി ആയിരിക്കാം ജയശങ്കർ നമ്മുടെ വിദേശകാര്യ മന്ത്രി അടുത്ത മാസം വരുന്നുണ്ടെന്നുള്ള റിപ്പോർട്ട്, ഈ മാസം തന്നെ വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ്. അതിനു മുമ്പ് തന്നെ ഈ ഒരു കാര്യം നടന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളൊരു സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇടപെടുമ്പോൾ ഞങ്ങളുടെയൊക്കെ ചിന്ത പോയിരുന്നത് മേ ബി മിനിസ്റ്റർ വരുവോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയില്ലായിരിക്കും. ആദ്യം അവർ അഡ്രസ് ചെയ്യാൻ പോകുന്നത് അമേരിക്ക അഡ്രസ് ചെയ്യാൻ പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, അതായത് മെക്സിക്കോ, ഗോട്ടിമാല അല്ലെങ്കിൽ കാനഡയായിട്ടുള്ള ഫൈറ്റ്, പേഴ്സണൽ ഫൈറ്റ് ആണ് അത് ഒരു പരിധി വരെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും ആദ്യം ഡീൽ ചെയ്യുന്നത്. ഇന്ത്യയുടെ കാര്യം അല്പം കൂടെ ഡിലേഡോളിയായിട്ട് വെക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇന്ത്യ ആണെങ്കിലും കാനഡ ആണെങ്കിലും മെക്സിക്കോ ആണെങ്കിലും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെ ഒരു സെയിം സ്റ്റൈലിലായിരിക്കും പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡീൽ ചെയ്യുക എന്നുള്ള കാര്യത്തിന് ഇപ്പം നമുക്ക് ഏറെക്കുറെ ഉറപ്പായി. അതുകൊണ്ട് തന്നെ മഞ്ജുഷ് പറഞ്ഞു പോണക്ക് തന്നെ ഏകദേശം 1,70,000 ആൾക്കാർ കൂടി അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കാരെ. അവരുടെ കാര്യവും ഇതേ ലൈനിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഐ ഫീൽ ബാഡ് ഫോർ ദം, ബട്ട് അതാണ് ഇപ്പോഴത്തെ ഒരു ഫാക്ട്. ശരി, ശ്രീ റോണി കെ ബേബി, ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ എങ്ങനെ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യണമായിരുന്നു അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ? ഏതൊക്കെയാലും ഈ അടുത്ത നാളുകളിലായി നമ്മുടെ വിദേശ നയത്തില് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് തുടർച്ചയായ തിരിച്ചടികൾ ഏറ്റുകൊണ്ടിരിക്കുക. ട്രംപ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങില് എങ്ങനെയെങ്കിലും നരേന്ദ്രമോദിയെ ഒന്ന് ക്ഷണിക്കുവാൻ നമ്മുടെ വിദേശകാര്യമന്ത്രി 2-3 ആഴ്ചയാണ് അവിടെ അമേരിക്കയിൽ പോയി കിടന്നത്. ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല, ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്താൻ പോലും ട്രംപ് സമ്മതിച്ചില്ല. ഇപ്പോൾ രണ്ടാമത് കടുത്ത അവമാനം. എന്നോട് ഇപ്പോൾ മഞ്ജുഷ ചോദിച്ചു എങ്ങനെ ഇന്ത്യക്ക് ഈ വിഷയത്തെ ഡീൽ ചെയ്യാൻ കഴിയും. ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് ഒരു ഉദാഹരണം കൊണ്ടുവരാം. 2013 ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കർ അമേരിക്കൻ നിയമത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചല്ലോ. അമേരിക്കയുടെ നിയമം വെച്ച് തന്നെയാണ് 2013 അന്ന് അവിടുത്തെ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയായിരുന്ന പിന്നെ ഈ പറയുന്ന ദേവയാനി ദേവഗഡെ എന്നയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അമേരിക്കൻ പോലീസ് അവരുടെ വീട്ടുകാരി നൽകിയ ഒരു പരാതിയുടെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് അവരെ അറസ്റ്റ് ചെയ്ത കയ്യാമം വെച്ചാണ് കൊണ്ടുപോയത്. അറസ്റ്റ് ചെയ്തതിനെ ഇന്ത്യ എതിർത്തില്ല. പക്ഷെ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയെ, ഇന്ത്യൻ പൗരയെ കയ്യാമം വെച്ച് കൊണ്ടുപോയതിനെതിരെ ഇന്ത്യ അതിശക്തമായി പ്രതികരിച്ചു. അമേരിക്കയുമായിട്ടുള്ള എല്ലാ ഡിപ്ലോമാറ്റിക് റിലേഷൻസും ഇന്ത്യ അവിടെ സസ്പെൻഡ് ചെയ്തു. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി സുജാത സിംഗ്, ഇന്ത്യയുടെ അമേരിക്കൻ അംബാസിഡർ നാൻസി പയൽ അവരെ വിളിച്ചു വരുത്തി അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അതിന് പ്രതികരിച്ച വാക്ക് ഡിപ്ലോറബിൾ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും സമ്മതിക്കാൻ കഴിയാത്തത്, പരിതാപകരം, കടുത്ത പ്രതിഷേധകരം എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്ന് പ്രതികരിച്ചത്. ആ സമയത്ത് അമേരിക്കയിൽ നിന്നുള്ള അമേരിക്കൻ കോൺഗ്രസിന്റെ പ്രതിനിധി സംഘം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അവരുമായി മീറ്റ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസിന്റെ 3 എംപിമാരെയാണ് അന്ന് നിയോഗിച്ചത്. 1 മീര കുമാർ, 2 രാഹുൽ ഗാന്ധി, 3 സുശീൽ കുമാർ ഷിൻഡെ. ഇവർ 3 പേരും അമേരിക്കൻ ഡെലഗേറ്റുമായിട്ടുള്ള ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. ഇന്ത്യയിലെ അമേരിക്കൻ എംബസിക്ക് കൊടുത്തിരുന്ന മുഴുവൻ പരിരക്ഷയും നമ്മൾ പിൻവലിച്ചു. അവരുടെ വാഹനങ്ങൾക്കുള്ള സെക്യൂരിറ്റി, അവർക്കുള്ള ഫുഡ് സപ്ലൈ, അവർക്കുള്ള മദ്യം ഉൾപ്പെടെയുള്ള കൺസെഷൻ റേറ്റുള്ള സപ്ലൈ എല്ലാം നമ്മൾ നിഷേധിച്ചു. അവസാനം എന്ത് സംഭവിച്ചെന്നറിയോ? അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള സുജാത സിംഗിനെ നേരിട്ട് വിളിച്ച് റിഗ്രറ്റ് ചെയ്തു, അല്ലെങ്കിൽ ക്ഷമ ചോദിച്ചു, മാപ്പ് ചോദിച്ചു. അങ്ങനെയാണ് അമേരിക്ക നമ്മളോട് കാണിച്ച അപമാനത്തിന് നമ്മൾ കടുത്ത ഭാഷയിൽ പ്രതിഷേധിച്ചത്.
പക്ഷെ അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ അതേ നിലപാട് സ്വീകരിക്കുവാൻ കഴിയുമോ ശ്രീ റോണി കെ ബേബി? ഇല്ലീഗൽ മൈഗ്രന്റ് ആയിരുന്നില്ല, ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിനുള്ള പരിരക്ഷയുണ്ട്. ഇന്ത്യയുടെ ഡിപ്ലോമാറ്റ് ആയിരുന്നു ഈ പറയുന്ന. പക്ഷെ അനധികൃത കുടിയേറ്റക്കാർക്ക് ആ പരിരക്ഷ കിട്ടില്ല. ഡിപ്ലോമാറ്റിന് വിസ തട്ടിപ്പിൽ അല്ലെങ്കിൽ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അതിന് സംരക്ഷണം ഇല്ല. അറസ്റ്റ് ചെയ്യുമ്പോൾ കയ്യാമം വയ്ക്കാൻ പാടില്ല റോണി, അങ്ങനെയല്ല. കയ്യാമം വെച്ചുകൊണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്തതിനല്ല പ്രതിഷേധിച്ചത്. ഞാൻ ശ്രീജിത്ത് പണിക്കരുമായിട്ട് തർക്കത്തിലല്ല, നമ്മൾ അറസ്റ്റ് ചെയ്തതിനല്ല പ്രതിഷേധിച്ചത്. അവരെ കയ്യാമം വെച്ച് കൊണ്ടുപോയി. അത് പിന്നെ കടുത്ത അപമാനമാണ് ഇന്ത്യക്ക്. അതിനാണ് നമ്മൾ പ്രതിഷേധിച്ചത്. ഇവിടെ നമുക്ക് അമേരിക്കയുമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ട്രംപ് വന്നു, അദ്ദേഹം നടപടികൾ സ്വീകരിച്ചു. ആർക്കെതിരെ? ഈ പറയുന്ന ഗ്വാട്ടിമാല, ഇക്വഡോർ, കൊളംബിയ. ഏറ്റവും ദൂരെയുള്ള രാജ്യം പാകിസ്ഥാനിൽ നിന്നുള്ള എത്രയോ ഇല്ലീഗൽ ഇമിഗ്രൻസ് അവിടെയുണ്ട്. ഇന്തോനേഷ്യയിൽ നിന്നുണ്ട്, മലേഷ്യയിൽ നിന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് മറ്റു പല രാജ്യങ്ങളിലുണ്ട്. അവരോട് ആരോടും കാണിക്കാത്ത ഈ അപമാനം എന്താണ്? അവരെ ആരും തിരിച്ചയക്കാഞ്ഞത്? തൊട്ടടുത്തുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുമായി തൊട്ട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളിലെ ആളുകളെ തിരിച്ചയച്ചു. സജിമോൻ, അങ്ങനെയുണ്ടോ? എന്താണ് അതിനുള്ള മറുപടി? എന്താണ് സജിമോൻ? അതെ, റോണി പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ വിയോജിക്കുന്നു. ആൻഡ് റോണി ആദ്യം പറഞ്ഞു വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇവിടെ 2-3 ആഴ്ചകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് ഫാക്ച്വലി ഇൻകറക്റ്റ് ആണ്. അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് കറക്റ്റ് ആണ്. 2-3 ദിവസം ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് വിസിറ്റ് ആയിരുന്നു. എന്നാൽ ഇത് കറക്റ്റ് ആണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്ക് മുൻനിരയിൽ സീറ്റ് കൊടുത്തുള്ള ഒരു പ്രാതിനിധ്യം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൊടുത്തു എന്നുള്ളത് ഫാക്ച്വൽ ആണ്. അത് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തേത് ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. റോണി പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നത്. കാരണം ദേവയാനിയുടെ ആ ഒരു കേസ് എന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു പ്രതിനിധിയായിരുന്നു, ആ ഒരു ഇമ്മ്യൂണിറ്റി ഉള്ള ഒരാളായിരുന്നു. അവരുടെ കേസും ഇല്ലീഗൽ ഇമിഗ്രന്റുമായിട്ട് രണ്ടും കമ്പയറബിൾ അല്ല. രണ്ടും ഡീൽ ചെയ്തു എന്ന് പറഞ്ഞത് വ്യത്യസ്തമാണെന്നുള്ളത് ഞാൻ യോജിക്കുന്നു. എന്നാൽ ഇതേ കാര്യത്തിൽ ദേവയാനിയുടെ എക്സാമ്പിൾ അല്ലാണ്ട് മറ്റു ചില എക്സാമ്പിൾ ഉണ്ട്. 2014-ലും 2016-ലും 2009-ലും ഒക്കെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഞങ്ങൾ തിരിച്ചു വിട്ടിട്ടുണ്ട്. ആ സമയങ്ങളിൽ കൈവിലങ്ങ് വെക്കാതെ അല്ലെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിലായിരുന്നു എന്നുള്ളത് ഫാക്റ്റാണ്. അപ്പം ആ ഒരു ഫാക്ച്വൽ ഇറർ ഉണ്ട് എന്ന് മാത്രം ചൂണ്ടിക്കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, പാകിസ്ഥാനിലേക്കും മലേഷ്യക്കും വിമാനം വന്നില്ല എന്ന് പറയുന്നു. അത് വരുന്നുണ്ട്. അത് എല്ലാ വിമാനവും ഒരുപോലെ പോകത്തില്ലല്ലോ. അപ്പൊ ആദ്യം ഗ്വാട്ടിമാലയും മെക്സിക്കോയും കാനഡയിലൊക്കെയാണ് പിടിച്ചത്. അത് കഴിഞ്ഞ് ഇന്ത്യ വരുന്നു. ഈ ടൈം ടേബിൾ അനുസരിച്ചിട്ട് മറ്റുള്ള എല്ലാ രാജ്യത്തേക്കും, ഈവൻ യൂറോപ്യൻ കൺട്രികളിലേക്ക് ഉള്ള ഈസ്റ്റേൺ യൂറോപ്പിലേക്ക് ഉള്ളത് പോലും പട്ടികയിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നടന്നിട്ടില്ല. മേ ബി നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. ശരി റോണി. അല്ലെ, ഞാനവിടെ വളരെ കൃത്യമായി പറഞ്ഞു. അവർക്കെതിരെ കേസെടുത്തതിൽ നമുക്ക് പ്രതിഷേധമില്ല. ഇന്ത്യ ഗവൺമെന്റ് അവർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ചിട്ടില്ല. പക്ഷെ അവരെ കയ്യാമം ചെയ്ത് കൊണ്ടുപോയ രീതിയിൽ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട സുഹൃത്തെ ചൂണ്ടിക്കാണിച്ച പോലെ മുമ്പിൽ ഒരുപാട് കീഴ്വഴക്കങ്ങളുണ്ട്. ഇവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളോട് കുറെ ബഹുമാനം കാണിക്കാമായിരുന്നു. കാരണം മറ്റു രാജ്യങ്ങൾ അമേരിക്കയോട് കാണിക്കുന്ന ഒരു സൗഹാർദ്ദ മനോഭാവം അല്ല ഇന്ത്യ കാണിക്കുന്നത്. കാരണം നമ്മള് മോഡി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പരിപാടി നടത്തുന്നു, നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പരിപാടി നടത്തുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരുമ്പോൾ ഉള്ള വിദേശകാര്യ നിയമങ്ങളും വിദേശകാര്യ കീഴ്വഴക്കങ്ങളും ഡിപ്ലോമാറ്റിക് ലോസ് ഒന്നും വെച്ചോണ്ടല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ പോയി ആശ്ലേഷിക്കുന്നത്, അദ്ദേഹത്തിന് ചായ ഊറ്റി കൊടുക്കുന്നത്, അദ്ദേഹത്തെ സൽക്കരിക്കുന്നത്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ട്രംപ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പിന്നെ മോദി അദ്ദേഹത്തെ ഡീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയോട് ഇങ്ങനെ ഒരു പരിഗണന ആയിരുന്നില്ല കാണിക്കേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് പറയാം. പിന്നെ ഈ കീഴ്വഴക്കങ്ങളിലൊക്കെ ഇന്ത്യ വലിയ കുറ്റം ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ജയശങ്കർ വലിയ കുറ്റം കാണാത്തതിൽ എനിക്ക് ഒരു അത്ഭുതമില്ല. കാരണം 1990-ൽ ഇന്ന് ചന്ദ്രശേഖർ ഗവൺമെന്റ് ഇന്ത്യയില് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് രഹസ്യമായി ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിലാണെങ്കിൽ പോലും ഇവിടെ ഫ്യുവല് അടിക്കുവാനുള്ള പെർമിഷൻ നൽകിയപ്പോൾ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഇന്റർനാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിനെ അതിനിശ്ചിതമായി വിമർശിച്ചപ്പോഴും ആ വിഷയത്തിൽ നിശബ്ദത പാലിക്കുകയും നിസ്സംഗത പാലിക്കുകയും നിശബ്ദമായി അതിനെ പിന്തുണയ്ക്കുകയും ചെയ്ത പാർട്ടിയാണ് BJP. അപ്പോൾ BJP ഈ അമേരിക്കയുടെ വിഷയം വരുമ്പോൾ കവാത്ത് മടക്കുന്നു, അല്ലെങ്കിൽ അവര് നിശബ്ദത പാലിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഒരു അത്ഭുതമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ കിടന്നാണോ, ഇങ്ങനെയൊക്കെ മുട്ടിലെറിഞ്ഞാണോ നമ്മുടെ വിദേശ നയം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? എന്നോട് ചൂണ്ടിക്കാണിക്കുന്നത് 2 ഇൻസിഡന്റ് എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, ഇന്ദിരാഗാന്ധി 7ാം കപ്പൽപ്പട, അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി 71 യുദ്ധത്തിൽ വന്നപ്പോൾ ഇന്ന് ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വൈറ്റ് ഹൗസിലേക്ക് ഇന്ദിരാഗാന്ധി ഫോൺ കോളിലൂടെ നടത്തിയ ഒരു പരാമർശം എന്താ? 7ാം കപ്പൽപ്പട ഇന്ത്യ ആക്രമിക്കാൻ വേണ്ടതെന്നുള്ള അവരുടെ സ്വാതന്ത്ര്യം, പക്ഷെ അത് തിരിച്ചു പോകണോ വേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ ന്യൂക്ലിയർ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റി, അണുവായുധ നിരോധന ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ വലിയ സമ്മർദ്ദം ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ദിരാഗാന്ധി ചേരിചേരാ സംഘടനകളുടെ യോഗത്തിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് ഈ ആണവോർജം എന്ന് പറയുന്നത് 3-ാം ലോക രാജ്യങ്ങൾ അവകാശമാണ്. എത്രമാത്രം പോരാടേണ്ടി വേണ്ടി വന്നാലും ഏത് അമേരിക്കൻ വെല്ലുവിളിയല്ല, ഏത് അമേരിക്കൻ ഭീഷണിയല്ല
ഇതിനെ നേരിടേണ്ടി വന്നാലും ഞങ്ങൾ അതിനൊപ്പം പിന്നെ ഞങ്ങൾ സ്വന്തമായി ആണവാർജം ഉണ്ടാക്കുക തന്നെ ചെയ്യും, അണുബോംബ് പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ഒരു ചരിത്രമൊക്കെ നമുക്കുണ്ട്. നമ്മള് ഈ 142 കോടി ഇന്ത്യക്കാരുടെ ആത്മാഭിമാനത്തെ ഇതിന്റെ ഒറ്റക്കാര്യം ചോദിച്ചത് ഈ പറയുന്ന ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക വാർത്താ പിന്നെ പ്രസിദ്ധീകരണ വിഭാഗമാണ് PIB. ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? അവരിന്ന് രാവിലെ പറഞ്ഞത് എന്താണെന്നറിയോ? ഇവരെ പിന്നെ കയ്യാമ വെച്ചല്ല, കാലിൽ വിലങ്ങ് വെച്ചല്ല കൊണ്ടുവന്നത്. എന്തിനാണ് ഇങ്ങനെ പിന്നെ ഈ പറയുന്ന രീതിയിൽ ന്യായീകരിക്കാൻ ശരി, അങ്ങനെ ഒരു മിസ്കോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയ്യാമം വെച്ചല്ല കൊണ്ടുവന്നത് എന്നാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആദ്യം റിപ്പോർട്ട് നൽകിയത്. അതിനുശേഷം പടങ്ങളൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് സർക്കാർ അത് അംഗീകരിച്ചത്. ഡോക്ടർ ജോസഫ് ആന്റണി, ഇവിടെ ശ്രീജിത് പണിക്കർ പറഞ്ഞത് ഈ അനധികൃത കുടിയേറ്റക്കാരെ പിന്നെ എങ്ങനെയാണ് റോൾസ് റോയ്സിൽ കൊണ്ടുവരണോ എന്നാണ്. താങ്കളുടെ വാചകത്തിനുള്ള മറുപടിയായിരുന്നു. അല്ല, അതിനുള്ള മറുപടി സജിമോൻ ആന്റണിയും ഇപ്പോൾ എനിക്ക് മുമ്പേ സംസാരിച്ചവരും പറഞ്ഞല്ലോ. ഇതിന് മുൻപുള്ള വർഷങ്ങളിൽ നടന്നപ്പോൾ അങ്ങനെയല്ല കൊണ്ടുവന്നെന്ന് അമേരിക്കയിൽ നിൽക്കുന്ന സജിമോൻ ആന്റണി പറഞ്ഞു, ഇപ്പോൾ ജോണി പറഞ്ഞു. അപ്പോൾ അതിന് മറുപടി അത് തന്നെ കഴിഞ്ഞു. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യക്കാർ ഇത്രയും അപമാനിതരായി വരുമ്പോൾ ആ അപമാനത്തിന് കാരണക്കാരായിട്ടുള്ള ഭരണാധികാരികളെ ന്യായീകരിക്കുന്ന ആളുകളോട് സഹതപിക്കാതെ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ അങ്ങനെ അതൊരു എന്തൊരു ഭീകരമായ ഒരു അവസ്ഥയാണെന്ന് നോക്കൂ. ഒരു സംസ്കാരശൂന്യനായ ഭരണാധികാരിയുടെ പ്രവർത്തനത്തെ നമ്മുടെ രാജ്യക്കാരൻ പിന്നെ അപമാനിക്കപ്പെടുമ്പോൾ ആ ഇതിന് കാരണക്കാരനെ ഭരണാധികാരിയെ ന്യായീകരിക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ എന്താ പറയാൻ കഴിയുക? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകമൊട്ടാകെ ഈ ഭരണാധികാരി, ഈ ട്രംപ് എന്ന് പറയുന്ന ആൾ വന്നതിന് ശേഷം മുൾമുനയിൽ നിൽക്കുകയാണ്. അങ്ങേരെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം നമ്മളിവിടെ നിരന്തരം സൂചിപ്പിക്കപ്പെടുന്ന ഒരു ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റാണ്. ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം കാര്യം, സ്വന്തം നേട്ടം, അതായത് ഞാനും നിങ്ങളും തമ്മിലൊരു ഇടപാടുണ്ട് എങ്കിൽ എനിക്ക് നേട്ടമുണ്ടാകണം, നിങ്ങൾക്ക് കോട്ടമുണ്ടാകണം എന്നുള്ള അതിശക്തമായ നിലപാടിനെയാണ് ട്രാൻസാക്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം, അതായത് ഞാൻ മാത്രമാണ് ശരി, എൻ്റെ രാജ്യം മാത്രമാണ് ശരി, ഞാൻ ചെയ്യുന്ന മാത്രമാണ് ശരി എന്ന് പറയുന്ന തരത്തിലേക്ക് ഉള്ള ഒരു ഭരണാധികാരിയായി മാറിയിട്ടുണ്ട് അദ്ദേഹം. അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും ഇവിടെ സജിമോൻ ആന്റണി സൂചിപ്പിച്ചു, അതിശക്തമായ സന്ദേശം, അതായത് എന്നെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ഞാൻ കൊടുത്ത വാഗ്ദാനം ഞാൻ പാലിക്കുന്നുണ്ട് എന്ന അതിശക്തമായ സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പട്ടാള വിമാനത്തിൽ, സൈനിക വിമാനത്തിൽ ആൾക്കാരെ അയച്ചത്. അല്ലാതെ അയച്ച ചരിത്രം ഉണ്ട്, ഇവിടെ വന്ന ചരിത്രമുണ്ട്, ഈ അടുത്ത കാലം വരെ നടന്ന സംഭവങ്ങളുണ്ട്. അപ്പം ഈ സ്വന്തം നേട്ടം, സ്വന്തം ഈ മഹത്വം പെരുപ്പിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു സംസ്കാരശൂന്യമായ നടപടിയാണിത്. അതാണ് ഒന്ന്. രണ്ടാമത്തേത്, ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുമ്പോൾ ഇവിടെ നേരത്തെ മുൻപ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞ പോലെ അതിശക്തമായി പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ചെയ്യാതെ നമ്മൾ ആദ്യം ഇവിടെ സൂചിപ്പിച്ചത് എന്താണ്? വിലങ്ങണിയിച്ചിട്ടില്ല, എങ്ങനെ വന്നു എന്ന് പറയുന്നില്ല, സ്ത്രീകളെ വിലങ്ങണിയിച്ചിട്ടില്ല, ഈ മാതിരിയുള്ള ഒഴുക്കും മട്ടിലുള്ള പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും അല്ലേ നടത്തുന്നത്. എത്രമാത്രം ഈ അടിമത്തം നിറഞ്ഞ, എത്രമാത്രം ഈ ഒരു സ്ലേവിഷ് ആയിട്ടുള്ള ഒരു സമീപനമാണ് ഒരു അമേരിക്കൻ ഭരണകൂടത്തോട് ഇന്ത്യൻ ഭരണകൂടം കാണിക്കുന്നത്. അങ്ങനെ ഒരു കാണിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ പറയുന്നത് നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഞങ്ങളുടെ കാര്യം പറയേണ്ടിടത്ത് പറയേണ്ട രീതിയിൽ പറയും എന്ന് പറയുന്ന രാജ്യത്തിന് നാവിറങ്ങിപ്പോയോ ഇപ്പോൾ? അതാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. നേരത്തെ ഒന്നും ഇവിടെ വന്നപ്പോൾ ഈ കോൺട്രവേഴ്സി ഒന്നും ഉണ്ടായില്ലല്ലോ. ഇന്ന് ഈ കോൺട്രവേഴ്സി ഉണ്ടായ കാര്യം ഞങ്ങൾ വലിയ മഹത്തായ രാജ്യമാണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ ആ അവകാശം നമ്മുടെ ജനങ്ങളുടെ കാര്യത്തിൽ നമുക്ക് അനുഭവവേദ്യമാവണ്ടേ? നമ്മുടെ ആളുകൾ അപമാനിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾ അപമാനിക്കപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറയാനെങ്കിലുമുള്ള ഒരു ആർജവം നമ്മുടെ ഭരണാധികാരികൾക്കില്ലെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് സഹതപിക്കുകയും ശ്രീജിത് പണിക്കർ അങ്ങനെ ഒരു രഹസ്യമാക്കി വെക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതാണല്ലോ PIB ആദ്യം അങ്ങനെ ഒരു ട്വീറ്റ് ഇറക്കിയത്, ഇങ്ങനെ വിലങ്ങണിയിച്ചല്ല കൊണ്ടുവന്നത് എന്ന്. ഇന്നലെ വൈകിട്ട് തന്നെ ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ഫോട്ടോകൾ പ്രചരിച്ചിരുന്നു. അതിൽ പലതും മറ്റ് രാജ്യങ്ങളിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൻ്റെ ഫോട്ടോകളായിരുന്നു. പക്ഷേ അവസാനം സ്ഥിരീകരിക്കുകയാണ് ഇന്ത്യയിലേക്കും അതേ രീതിയിലാണ് കൊണ്ടുവന്നത് എന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒളിച്ചുകളി വേണ്ടി വന്നത്? അല്ല, ഇതിൽ ഒളിച്ചുകളി ഒന്നുമില്ല. കാരണം ഇങ്ങനെ ഒരു രാജ്യത്തേക്ക് വിമാനത്തിൽ, പ്രത്യേകിച്ച് മിലിറ്ററി എയർക്രാഫ്റ്റ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ലാൻഡിംഗ് പെർമിഷൻ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഒരു മിലിറ്ററി എയർക്രാഫ്റ്റ്, വേറൊരു രാജ്യത്തിന്റെ മിലിറ്ററി എയർക്രാഫ്റ്റാണ്, ഒരു അടിയന്തര സാഹചര്യത്തിൽ വരുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിർബന്ധമായും ഇന്ത്യയും അവരും തമ്മിൽ ആശയവിനിമയം ഉണ്ടായിട്ടുണ്ടാകും. മറ്റു പല രാജ്യങ്ങളും ഇങ്ങനെ കടത്തിയ ആൾക്കാരെ, ഇങ്ങനെ ഡിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെ സ്വീകരിക്കാനായിട്ട് തയ്യാറായില്ല.
അവർ ലാൻഡിംഗ് പെർമിഷൻ കൊടുത്തില്ല തുടങ്ങിയ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യ അവരെ സ്വീകരിച്ചു എന്നത് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ പേര് ജോസഫ് അല്ലേ, ജോസഫ് ആന്റണി, ഡോക്ടർ ജോസഫ് ആന്റണി, ശ്രീ ജോസഫ് ആന്റണി ഇവിടെ പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ന്യായീകരിക്കുന്നു എന്നാണ്. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്ത് നിങ്ങൾക്ക് തോന്നിവാസം ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ അവിടേക്ക് പോകുന്ന സമയത്ത്, നിങ്ങൾ അവിടെ താമസിക്കുന്ന സമയത്ത്, നിങ്ങൾ അവിടെ ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങൾ ആ രാജ്യത്തിന്റെ നിയമത്തിനെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ കഴിയുന്നത്. ചെറിയ കുട്ടികളല്ല, നിങ്ങൾ ഈ പറയുന്നത് മുതിർന്ന ആൾക്കാരാണ്. അവിടെയുള്ള ആൾക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് അവിടേക്ക് പോവുകയാണ്. ഈ പോകുന്ന ആൾക്കാർക്ക് ഓരോ ഘട്ടത്തിലും അറിയാം ഇവർ അനധികൃത കുടിയേറ്റക്കാരാണ്, അവർ ചെയ്യുന്നത് ഒരു ഫെഡറൽ ക്രൈമാണ്, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ, അവിടുത്തെ എംബസിയെ പോലും കോൺടാക്ട് ചെയ്തുകൊണ്ട് ഗുണമില്ല എന്നതിനെപ്പറ്റി അവർക്കറിയാം. അങ്ങനെയുള്ള ആൾക്കാരെ പോലും ഇന്ത്യൻ ഗവൺമെന്റ് തിരിച്ചിവിടെ സ്വീകരിക്കാനായിട്ട് തയ്യാറാണ് എന്ന് പറഞ്ഞ് മറ്റ് രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ തിരിച്ചുവിട്ടതുപോലെ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്തില്ല എന്നതിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ ഇവിടെ ആൾക്കാർ അവിടെ പോയി അവിടെ ഈ പറയുന്നത് പോലെ കുറ്റകൃത്യം ചെയ്തു എന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് അഭിമാനമൊന്നുമില്ല ശ്രീ ജോസഫ് ആന്റണി. അങ്ങനെയുള്ള ഒരു സമയത്ത് ഞാൻ പറയും, ആ രാജ്യം ചെയ്തിരിക്കുന്ന നിയമം, അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന കാര്യം, അതിനെ അംഗീകരിക്കുക. പിന്നെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ നിയമം, അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ നിയമം. അതല്ലാതെ നിങ്ങൾക്ക് തോന്നിയതുപോലെ കഴിയാനായിട്ട് അമേരിക്ക ഒരു ലോലെസ് സ്റ്റേറ്റ് അല്ല. പിന്നെ ഓരോ അഡ്മിനിസ്ട്രേഷൻ വരുന്ന സമയത്ത്, അതിപ്പോൾ ബൈഡൻ ആണെങ്കിൽ, അതല്ല എങ്കിൽ ട്രംപ് ആണെങ്കിൽ, അവർക്ക് ഓരോ രീതിയുണ്ട്. ആ രീതി അനുസരിച്ചിട്ടാണ് അവരുടെ പേപ്പറിൽ അവർ എഴുതിയിരിക്കുന്ന കാര്യം എന്താണോ ആ കാര്യം അവർ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പൊ അവിടുത്തെ നിയമം എന്താണ്? ഒരാളിനെ ഫ്ലൈറ്റിലാണ് അവർ കൊണ്ടുപോകുന്നത് എങ്കിൽ അയാൾ ചെറിയ കുറ്റം ചെയ്താലും വലിയ കുറ്റം ചെയ്താലും ഹാൻഡ് കഫ് ചെയ്യണമെന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ നിയമമാണ്. അത് ചെറിയ കുറ്റമായിരിക്കാം, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്തം. അങ്ങനെയുള്ള കാര്യത്തിന് അതിൽ ചെയ്യും. അപ്പോൾ അങ്ങനെയല്ല, മറ്റൊരു രാജ്യത്ത് പോയിട്ട് നിങ്ങൾ എന്ത് തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാലും അവരെ റോയലായിട്ട് ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് വിശ്വസിക്കുന്നതിനോളം രാഷ്ട്രീയ വിരോധവും അടിമത്തവും ഞാൻ കാണുന്നില്ല ശ്രീ ജോസഫ് ആന്റണി. അതിനുള്ളൊരു മറുപടി വേണം. കാരണം ഇതൊരു ആർക്കാണ് അടിമത്തം എന്നതാണല്ലോ. ഇപ്പോൾ രാജ്യം അമേരിക്കയുടെ അടിമകളായി മാറുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോഴുള്ള ഒരു ആക്ഷേപം വരുന്നത്. കോൺഗ്രസും അതാണ് പറഞ്ഞത്, പ്രതിപക്ഷം മുഴുവൻ അങ്ങനെയാണ് പറയുന്നത്, ഒരു സ്ലേവറിയാണ് അവിടെ നടക്കുന്നത് എന്ന്. പക്ഷേ ഈ രീതിയിലാണ് എവിടെയാണ് പൊളിറ്റിക്കൽ സ്ലേവറി? ശരി, എവിടെയാണ് പൊളിറ്റിക്കൽ സ്ലേവറി? ഒരു രാജ്യം, ഞാൻ പറയട്ടെ, ഒരു രാജ്യം അവരുടെ കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നതിന് പകരം അവരുടെ ബുക്ക് പ്രകാരം, അവരുടെ നിയമപ്രകാരം അവരൊരു നിയമത്തിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു രാജ്യവുമായിട്ട് അവർ വിവേചനം കാണിക്കാതെ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നമ്മളും പറയണമായിരുന്നോ, ഇല്ല നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കില്ല, അല്ലെങ്കിൽ ഇവരാരും ഞങ്ങളുടെ പൗരന്മാരല്ല, ഞങ്ങൾ ലാൻഡിംഗ് പെർമിഷൻ നൽകില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ വേറെ രീതിയിലത്തേക്ക് ഇനിയിപ്പം വിവാദം ഉണ്ടാക്കാനായിട്ട് മറ്റു പലതും പറയുമായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു കാര്യം പറയണമെന്നുണ്ട് എങ്കിൽ ആപ്പിളിനെ ആപ്പിളുമായിട്ട് കമ്പയർ ചെയ്യൂ. ആപ്പിളിനെ ഓറഞ്ചുമായിട്ട് എന്തിനാണ് കമ്പയർ ചെയ്യുന്നത്? ദേവയാനി ഖോബ്രഗഡയുടെ കേസ് പറയുമ്പോൾ അവരൊരു ഇല്ലീഗൽ മൈഗ്രന്റ് അല്ല, പോയിന്റ് നമ്പർ 1. 2, സെക്ഷൻ ടൈറ്റിൽ 18 വയലേഷനും വിസ തട്ടിപ്പുമാണ് അവരുടെ പേരിൽ ഉണ്ടായിരുന്ന കുറ്റം. 3, അവരെ അറസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് അവർക്ക് കയ്യാമം വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഇന്ത്യൻ ഡിപ്ലോമാറ്റാണ്, ലീഗലായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് അവിടെ അയച്ചിരിക്കുന്ന ആളാണ്. ആ ആളിന് വേണ്ടിയിട്ട് ഏത് സർക്കാർ, എത്ര ദുർബലമായ സർക്കാർ, അവർക്ക് അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, അവർക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുമെന്നുള്ള കാര്യം സംശയമില്ല. അതുമായിട്ട് കമ്പാരിസൺ സാധ്യമല്ലാത്തതാണ്, അത് ഉറപ്പാണ്, അങ്ങനെ പറ്റില്ല. ഒന്നുകൂടി പറയാനുണ്ട്. അതായത് കേവല രാഷ്ട്രീയ ആരോപണം, ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധി സഭയിലടക്കം പറഞ്ഞിരിക്കുന്ന കേവല രാഷ്ട്രീയ ആരോപണം, അതാണ് ശ്രീ റോണി പറഞ്ഞ ഒരു കാര്യം. നമ്മുടെ രാജ്യത്തിനെ ഇകഴ്ത്താനായിട്ട് എങ്ങനെയാണ് ശ്രമിക്കുന്നതെന്ന് നോക്കൂ. നമ്മുടെ പ്രധാനമന്ത്രിക്ക് അവിടത്തേക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജയശങ്കർ നേരത്തെ അവിടെ പോയി തമ്പടിച്ച് കിടന്നുവെന്ന്. അങ്ങനെ തമ്പടിച്ച് കിടക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഒരു ഡിപ്ലോമാറ്റിന് ചെന്ന് കഴിഞ്ഞാൽ അമേരിക്ക. അവിടെ തന്നെ വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി സാധാരണ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാറില്ല, സ്പെഷ്യൽ എൻവോയികളെ അയക്കുകയാണ്. അപ്പോൾ അവർ നേരിട്ട് ഇൻവിറ്റേഷൻ അയക്കുന്നത് ജയശങ്കറിനല്ല, ഇന്ത്യയിൽ നിന്ന് ആരാണ് പ്രതിനിധി എന്നത് തീരുമാനിച്ചതിന് ശേഷമാണ് അത് കൊടുക്കുന്നത്. അതല്ലാതെ ജയശങ്കർ അവിടെ പോയിട്ട് അണ്ണാ ഞങ്ങൾക്ക് വേറൊരാളും കൂടി ഉണ്ട്, പുള്ളിക്കും കൂടി ഒരു കത്ത് തരുമോ എന്നൊന്നും ചോദിക്കുകയല്ല. അപ്പൊ ഇതൊക്കെ രാഹുൽ ഗാന്ധി സഭയിൽ പറയുന്ന വിട്ടിത്തം ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ശ്രീ റോണി പറയുന്നതിൽ എനിക്ക് കഷ്ടമാണ് തോന്നുന്നത്. ഞാനിവിടെ പറയുന്നത് അമേരിക്കൻ ഫെഡറൽ നിയമം അനുസരിച്ചിട്ടുള്ള ഒരു ക്രൈം, ആ ക്രൈം ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ക്രൈമാണെന്ന് കൃത്യമായിട്ട് അറിവുള്ള കാര്യം. അമേരിക്കയിൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇവർക്ക് കിട്ടുമോ? നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കൂ. അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാളിന് അവിടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ വേണം എന്നതിനെ പറ്റി അറിയാമല്ലോ. അതുപോലും ഇല്ലാതെ മുതിർന്ന പൗരന്മാരായിട്ടുള്ള ആൾക്കാർ അവിടെ മുഴുവൻ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അവിടെ കഴിഞ്ഞിരുന്ന ആൾക്കാർക്ക് ഇവിടെ റോയൽ എൻട്രി വേണം, അവരെ പുഷ്പഹാരം വിട്ട് സ്വീകരിക്കണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സംവിധാനമല്ല നമ്മുടെ നാട്. ഇപ്പോ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ശ്രീ പണിക്കർ, ഇനി അങ്ങോട്ട് അല്ലല്ല ഈ അനധികൃത കുടിയേറ്റക്കാർ ഈ എത്രയാണ്
7 ലക്ഷം എന്നൊക്കെ ഒരു പേപ്പറിലുള്ള കണക്കുണ്ടല്ലോ, അല്ലെങ്കിൽ സർവേകളിലും പഠനങ്ങളിലും ഒക്കെ വരുന്ന കണക്ക്. അതിന്റെ അടുത്തേക്കൊക്കെ അവിടെ അനധികൃത കുടിയേറ്റക്കാരുണ്ട് എന്ന് കണ്ടെത്തി അവരെ തെരഞ്ഞു പിടിച്ച് പുറത്താക്കുവാനുള്ള ശ്രമം നടക്കുകയാണെങ്കിൽ അതിൽ പലരും ആ ഗണത്തിൽ പെടുന്നവരായിരിക്കുക പോലുമില്ല. നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടൊക്കെ ചില പേപ്പറുകളുടെ തകരാറുമൊക്കെ വരാം. അങ്ങനെയുള്ളവരോടും ഇതേ രീതിയിൽ തന്നെയുള്ള പെരുമാറ്റമല്ലേ ഉണ്ടാവുകയുള്ളൂ രാജ്യം പ്രതികരിക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം? അല്ല, എങ്ങനെയാണ് നിസ്സാരമായ, വളരെ കൃത്യമായി ഡോക്യുമെന്റേഷൻ പോളിസി ഉള്ള ഒരു രാജ്യമാണ് അവിടെ അമേരിക്ക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിന് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ത്യൻ എംബസി ഉണ്ട്. നിങ്ങൾക്ക് ഒരു കാരണവശാലും പേപ്പറിന്റെ മിസ്മാച്ച് കൊണ്ടോ ചെറുതായിട്ടുള്ള ഒരു കാര്യം കൊണ്ടോ അവിടെ ഓവർസ്റ്റേ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിയമപരിരക്ഷ ഇന്ത്യൻ എംബസിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് അവിടെ ഇല്ലീഗൽ മൈഗ്രന്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ പിടിച്ചുകൊണ്ട് വരുന്ന പോലീസിന്റെ അല്ല ഡോക്യുമെന്റ് കൊടുക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ ഭാഗമായിട്ട് ഒരു കോർട്ടിൽ പോയിട്ട് നിങ്ങൾ ഡോക്യുമെന്റ് നിങ്ങൾ കൊടുക്കുന്നു. അത് കോർട്ട് വെരിഫൈ ചെയ്ത് ഓർഡർ ചെയ്തതിന് ശേഷം ഒരു ലീഗൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അവരൊരു ഇല്ലീഗൽ ഏലിയനെ അവരെ ഡീപ്പോർട്ട് ചെയ്യുന്നത്. ഞാനൊരു കാര്യം റോണിയോട് ചോദിക്കട്ടെ, ആസാം അക്കോർഡ് എന്തായിരുന്നു സാർ? ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞു. മകൻ രാജീവ് ഗാന്ധിയുടെ കേസിൽ ആസാം അക്കോർഡ് എന്തിനായിരുന്നു രാജീവ് ഗാന്ധി പോയി ഒപ്പിട്ടത്? എന്തിന്റെ പേരിലായിരുന്നു? ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ആൾക്കാർ ആസാമിൽ വരികയും ആസാമിലെ ലാൻഡ് അവർ ഒക്യുപ്പൈ ചെയ്യുകയും ആസാമിലുള്ള വിദ്യാർത്ഥികളുടെയും മുതിർന്ന പൗരന്മാരുടെയും അവകാശം അവർ കവർന്നെടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റുഡൻസ് തുടങ്ങിയിരുന്ന പ്രക്ഷോഭമാണ് ആസാമിൽ കലാപം ഉണ്ടാക്കിയത്. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു? രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ പോയി ആസാം അക്കോർഡ് ഒപ്പിട്ടു. അന്ന് പറഞ്ഞിരുന്നത് എന്താണ്? നമ്മൾ ഈ രീതിയിലത്തേക്കുള്ള ഇല്ലീഗൽ മൈഗ്രേഷനെ കുറയ്ക്കും, ആസാമിലുള്ള അവസരങ്ങളും കാര്യങ്ങളും എല്ലാം ആസാമികൾ തദ്ദേശവാസികളായിട്ടുള്ള ഇൻഡിജിനസ് ആസാമീസിന് നമ്മൾ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി ചെയ്ത കാര്യം ഈ കപ്പൽപ്പടയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ടു ലൈക്ക്, അതായത് ഞാൻ പറഞ്ഞു, ആപ്പിളിനെ ആപ്പിളുമായി താരതമ്യം ചെയ്യൂ. വിദേശത്ത് നിന്നുള്ള ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആസാം അക്കോർഡ് ഒപ്പിട്ട പ്രധാനമന്ത്രിയുടെ പേര് രാജീവ് ഗാന്ധി എന്നാണ്. ഡിസോൺ ചെയ്യുന്നുണ്ടോ? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഏതൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലീഗൽ അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള മൈഗ്രൻസ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷാ ഭീഷണിയാണ്. ശരി ജോസഫ് ആന്റണി, ഇതിനുള്ള മറുപടി ഇതാണല്ലോ ഒരു പ്രധാനപ്പെട്ട ആശങ്ക. കാരണം ഇനിയും ഇങ്ങനെ കുടിയേറ്റക്കാരെ കണ്ടെത്തി തിരിച്ചയക്കും രാജ്യം പ്രതികരിക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം. ഇതാണല്ലോ ഒരു പ്രധാനപ്പെട്ട ആശങ്കയായിട്ട് വരുന്നത്. പക്ഷെ അതിന് അടിസ്ഥാനമില്ലെന്നാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത്. അവിടെ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ഉള്ള ആളുകൾക്ക് അവിടെ നിൽക്കാൻ പറ്റും, അതല്ലാത്ത ആളുകളെയാണ്, അനധികൃതമായി എത്തിയവരെയാണ് തിരിച്ചയക്കുന്നത് എന്ന്. അവരെ അവിടെ താമസിപ്പിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ചർച്ചയിൽ തന്നെ മറുപടി അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു. എന്നേക്കാൾ ആധികാരികമായി അമേരിക്കയിൽ നിന്നുള്ള സജിമോൻ ആന്റണി വളച്ചൊടിക്കരുത്. നിയമപ്രകാരം സമാധാനമായിട്ട് കേൾക്കൂ. എന്റെ സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞ എന്താണ്, ഒരു രാജ്യത്ത് അനധികൃതമായി താമസിക്കാൻ വേറുള്ളവർക്ക് അവകാശമില്ല. ഇതെന്റെ ആർഗ്യുമെന്റാണ്. അങ്ങനെ ഒരു അനധികൃതമായി താമസിക്കുന്ന ആളുകളെ തിരിച്ചുവിടാനുള്ള അവകാശം ഓരോ രാജ്യങ്ങൾക്കുമുണ്ട്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് നന്നായിട്ട് അറിയുന്ന ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിനകത്ത് തർക്കമില്ല. എൻ്റെ പ്രശ്നം എന്താണ്, ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം, അതായത് ഈ തിരിച്ചുവിട്ട രീതി, ആ തിരിച്ചുവിട്ട രീതിയെയാണ് ഞാൻ വിമർശിച്ചത്. ആ തിരിച്ചുവിട്ട രീതി ശരിയല്ല എന്ന് ഇതിനു മുൻപ് അവിടുന്ന് അമേരിക്കയിൽ നിന്ന് അനധികൃതരായ കുടിയേറ്റക്കാരെ തിരിച്ചുവിട്ടപ്പോഴൊന്നും ഈ ഒരു തർക്കം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടുണ്ടായിട്ടില്ല? അവർ വളരെ മാന്യമായി സംസ്കാരപരമായി ആ ജനങ്ങളെ തിരിച്ചുവിടുന്ന നടപടി ഇവിടെ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് തർക്കം ഉണ്ടായിരുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ അവരെ കയ്യാമം വെച്ചിട്ടല്ല ഇവിടെ ഇങ്ങോട്ട് അയച്ചത്. ഇപ്പൊ അങ്ങനെ പ്രശ്നം എന്താണ്? 40 മണിക്കൂറോളം നേരം ഒരു സൈനിക വിമാനത്തിൽ അനങ്ങാൻ കഴിയാതെ, പിന്നെ മൂത്രമൊഴിക്കാൻ പോലും പിന്നെ അനുവദിക്കാതെ പലതവണ ആവർത്തിച്ചപ്പോൾ മാത്രം അനുവദിക്കുകയും ഭക്ഷണം കഴിച്ചപ്പോൾ പോലും കയ്യാമം അഴിക്കാൻ സമ്മതിച്ചില്ല എന്ന് വന്ന യാത്രക്കാർ പറയുകയും ചെയ്ത ആ സംസ്കാര വിരുദ്ധമായ പ്രവർത്തനത്തെയാണ് ഞാൻ വിമർശിച്ചത്. ആ സംസ്കാര വിരുദ്ധമായ പ്രവർത്തനം നടത്തിയത് ട്രംപാണ്. ആ ട്രംപിന്റെ നടപടി സംസ്കാരശൂന്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത് ഞാൻ പറഞ്ഞത് എന്താണ്, ഇത്തരം സംസ്കാരശൂന്യമായ നടപടി ആർക്കെതിരെയാണ് ഉണ്ടായത്? ഇന്ത്യൻ ജനങ്ങൾക്കെതിരെയാണ്, ഇന്ത്യൻ പൗരന്മാർക്കെതിരെയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു നടപടി ഉണ്ടായപ്പോൾ നേരത്തെ ഉണ്ടാവാറുന്ന തരത്തിലുള്ള ഈ
പൗരന്മാരെ തിരിച്ചു വിട്ടപ്പോൾ ഉണ്ടാവാറുന്ന ഇത്തരം സംസ്കാരശൂന്യമായ നടപടി ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു ഭരണകൂടമാണ് നമ്മുടെ ഇവിടെ ഉണ്ടായത്. അതാണ് രണ്ടാമത്തെ പരാജയം. ഈ രണ്ട് പരാജയങ്ങളെയും ആരെങ്കിലും പുകഴ്ത്തുന്നുണ്ട് എങ്കിൽ അവരുടെ അടിമത്തത്തെക്കുറിച്ച് മാത്രമാണ് എനിക്ക് സഹതാപമുള്ളത്. ശരി, ശ്രീ സജിമോൻ ആന്റണി, ഫെഡറൽ ക്രൈം ചെയ്തിരിക്കുന്ന ആൾക്കാരെ കയ്യാമം വെച്ചിട്ടല്ലാതെ പുഷ്പഹാരം അണിയിച്ചിട്ടാണ് വിടണമെന്നാണ് അദ്ദേഹം ഇത്രയും കാലം അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര പരിചയത്തിൽ നിന്ന് അദ്ദേഹം സമ്പാദിച്ചിട്ടുള്ള അറിവ് എങ്കിൽ എനിക്ക് അതിനോട് ലജ്ജയാണ് തോന്നുന്നത് കേൾക്കുമ്പോൾ. ഒരു രാജ്യം അവിടെ നിന്ന് വരുന്ന ഫെഡറൽ ക്രൈം ചെയ്തിരിക്കുന്ന ഒരാളിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളത് ആ രാജ്യത്തിലെ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള നിയമമാണ്. അങ്ങനെയാണെങ്കിൽ കയ്യാമം വെക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിലെ പോലീസുകാരെ പെറ്റി കേസ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നത് ശ്രീ ജോസഫ് ആന്റണി ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? അപ്പൊ അതെല്ലാം തന്നെ ശ്രീ സജിമോൻ ആന്റണി, കയ്യാമം വിവാദമാക്കേണ്ട കാര്യമാണോ? മുൻപ് അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ശ്രീ ജോസഫ് ആന്റണി പറയുന്നത്. മഞ്ജുഷ, ഇതിനു മുമ്പ് പറഞ്ഞ സഹപാനലിസ്റ്റോട് ചില കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട്, എന്നാൽ ചില കാര്യങ്ങൾ വിയോജിച്ചുകൊണ്ട് എനിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. എനിക്ക് ഇന്ത്യയിൽ ഇപ്പൊ ഇങ്ങനെ പാകിസ്ഥാനിൽ നില ബംഗ്ലാദേശിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ അവരെ നമ്മളിങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇന്ത്യൻ പോലീസ് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക? ഞാൻ പറയുന്നത് എനിക്കറിയാവുന്ന വിവരം അനുസരിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പേപ്പർ ചോദിക്കുന്നതിന് മുമ്പ് 2 അടിയായിരിക്കും കൊടുക്കുന്നത്. അടിച്ച് കഴിഞ്ഞിട്ട് വലിച്ചഴച്ചുകൊണ്ടായിരിക്കും ജീപ്പേ കയറ്റുന്നത്. ആ ജീപ്പേ എന്ന് ഉന്തിത്തള്ളിയായിരിക്കും അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇറക്കുന്നത്. എയർപോർട്ടിൽ കൊണ്ടുപോകുന്നത് അങ്ങനെയായിരിക്കും. അപ്പൊ കയ്യാമം വെക്കുന്നതിനേക്കാളും അതിക്രൂരമായ പീഡനങ്ങളും അതിക്രൂരമായ മറ്റ് ഈ പറഞ്ഞ മാനുഷികാവസ്ഥയെല്ലാം മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇന്ത്യൻ പോലീസ് ചെയ്യുന്നത്. ഞാൻ ഇന്ത്യൻ പോലീസിനെ അപമാനിക്കുകയല്ല ചെയ്യുന്നത്. ഇന്ത്യയിൽ കാണുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അമേരിക്കൻ പോലീസും ശ്രീ സജിമോൻ ആന്റണി, താങ്കൾ അവിടെ കൊല്ലപ്പെട്ട ആഫ്രിക്കൻ അമേരിക്കൻസിന്റെ ആഫ്രിക്കൻ അമേരിക്കൻസിനെ യാതൊരു കാരണമില്ലാതെ കഴുത്ത് മുറുക്കി കൊല്ലുന്ന വെള്ളക്കാരായിട്ടുള്ള പോലീസുകാരുടെ പറഞ്ഞു. ഈ 7 ലക്ഷത്തിലധികം ആൾക്കാർ ഇന്നിവിടെ ഇല്ലീഗലായിട്ട് അമേരിക്കയിൽ ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ നാണക്കേട് എന്ന് അവിടുന്ന് കള്ള ടിക്കറ്റ് എടുത്ത് അവിടുന്ന് ഇങ്ങോട്ട് കിടന്നു അന്നാണ് ആ ഒരു നാണക്കേട് ഉണ്ടാവേണ്ടത് ആക്ച്വലി. അപ്പൊ നമ്മൾ അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. എന്നാൽ ഞാൻ ഇതിനെയും ന്യായീകരിക്കുന്നില്ല. ഇതിനു മുമ്പത്തെ വർഷങ്ങളിൽ കയ്യാമമില്ലാതെ മിലിറ്ററിയുടെ അതിൽ അല്ലാതെ മറ്റ് പല സാഹചര്യങ്ങളിൽ 2014, 2016, 2018, 2019 ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടില്ല. അന്ന് ഗവൺമെന്റ് വേറൊരു തലത്തിൽ അതിനെ ഡീൽ ചെയ്തു. ഇന്ന് എങ്ങനെയോ നടന്നില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. അത് നിങ്ങൾ ഗവൺമെന്റിനോട് പറഞ്ഞ് അവിടെ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത് എന്താണ് സൊല്യൂഷൻ ചോദിച്ചാൽ മോദി ഗവൺമെന്റ് മോദി പ്രധാനമന്ത്രിയായ സമയത്ത് ഉണ്ടായിട്ടില്ല, പക്ഷേ ട്രംപിന്റെ കാലത്ത് ഉണ്ടാവുന്നു. ശ്രീ ജോസഫ് ആന്റണി, താങ്കൾ രാഷ്ട്രീയമായിട്ട് താങ്കൾക്ക് ഒരു അഡ്മിനിസ്ട്രേഷനോടുള്ള വിരോധം തീർക്കുന്നതിന് താങ്കൾ എന്നെ കരുവാക്കണ്ട. ഞാൻ പറഞ്ഞത് ഒരു രാജ്യത്ത് പോയാൽ ആ രാജ്യത്തുള്ള നിയമം അനുസരിച്ച് ജീവിക്കുക. ശ്രീ സജിമോൻ ആന്റണി അടക്കം എല്ലാ ആൾക്കാരും എന്നോട് ആ വിഷയത്തിൽ യോജിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഇല്ലീഗൽ മൈഗ്രന്റ് ആയിട്ട് ഒരു രാജ്യത്തുണ്ടെങ്കിൽ, ഇന്ത്യക്കാരവിടെ ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് നാണക്കേടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ കള്ള ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് വരുന്നവർ മാത്രമല്ല ഇവിടുത്തെ സിസ്റ്റത്തിൽ ഇല്ലീഗല്. അതിനേക്കാളും കൂടുതൽ ഇല്ലീഗൽ ആയിട്ടുള്ളത് H1B വരുന്ന ആൾക്കാർ അവരുടെ 3 വർഷത്തെ വിസ എക്സ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഓവർ സ്റ്റേ ചെയ്യും. F1 വിസയിൽ വന്ന സ്റ്റുഡന്റ് വിസയിൽ വന്നു കഴിഞ്ഞിട്ട് 2 വർഷമോ 3 വർഷമോ അല്ലെങ്കിൽ 4 വർഷമോ അവരുടെ കോഴ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാതെ അവർ ഓവർ സ്റ്റേ ചെയ്യുമ്പോൾ അവരും ഇല്ലീഗലാണ്. B1, B2 വിസയിൽ വിസിറ്റിംഗ് വിസയിൽ 6 മാസത്തേക്ക് വന്നതിന് ശേഷം ചില ആൾക്കാരെ ഇവിടെ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യാൻ അല്ലെങ്കിൽ പിള്ളേരെ നോക്കാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ അവരിവിടെ ഓവർ സ്റ്റേ ചെയ്യുമ്പോൾ അതും ഇല്ലീഗലാണ്. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ ലെവലിൽ ഈ ഒരു ഇല്ലീഗാലിറ്റി വരുന്നുണ്ട് എന്നുള്ളത് ഒരു ഫാക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഗവൺമെന്റ് ഇവരെ ഏത് ലെയറിലാണെങ്കിലും ഇതിനു മുമ്പ് ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാർ വേറൊരു ലെയറിലും ഓവർ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ വേറെ ലെവലിലേക്കും ആയിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ഇതൊരു അൺകൺട്രോൾ ആയപ്പം ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷന് ഇവരെ എല്ലാവരെയും ഫ്ലാറ്റ് ആയിട്ട് ഒരേ രീതിയിൽ ഒരേ കണ്ടുകൊണ്ട് അതുകൊണ്ടൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു പ്രതിഭാസം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. മൂന്നാമതൊരു പോയിന്റ്, നമ്മൾ ഇവിടുന്ന് മിലിറ്ററി എയർക്രാഫ്റ്റ് അങ്ങോട്ട് വിട്ടപ്പോൾ മോദി ഗവൺമെന്റ് അതിനെ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു എന്ന് ഹൈപ്പോത്തറ്റിക്കലി ചിന്തിക്കുക. റൈറ്റ്? അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നിപ്പോ കൊളംബിയക്ക് വന്ന നാണംകേട് അല്ലെങ്കിൽ മെക്സിക്കോയ്ക്ക് വന്ന നാണംകേടായിരുന്നു ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടാവാൻ പോകുന്നത്. കാരണം
25% അല്ലെ 50% താരിഫ് അപ്പൊ തന്നെ ട്രംപ് പ്രസിഡന്റ് ഇവിടുന്ന് ഇന്ത്യക്കെതിരെ ഇമ്പോസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അദ്ദേഹത്തിന്റെ വളരെ ഒരു പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ റിട്രിക് ആയിരുന്നു ഈ ഇല്ലീഗൽ ഇമിഗ്രേഷനെ കടിഞ്ഞാണിടും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ആംഗിളിൽ അവര് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നുള്ള കാര്യമാണ് വസ്തുത. അതുകൊണ്ടായിരിക്കാം ഇന്ത്യ ഗവൺമെന്റ് ഒരു മൃദു സമീപനം ഇതിലേക്ക് എടുത്തത്. കാരണം ട്രംപിനെ ഇനി ഇറിറ്റേറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു രീതിയിലായ ഒരു മൃദു സമീപനം ചിലപ്പം എടുത്തു കാണുമായിരിക്കാം. എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയുന്നതായിട്ട് ചില കാര്യങ്ങൾ ഞാൻ യോജിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ ഞാൻ യോജിക്കുന്നില്ല. ജോസഫ് ആന്റണി അതിര് വിട്ട് ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ അത് ഇന്ത്യയിലാണെങ്കിൽ മിലിറ്ററി പ്ലെയിനുകൾ ഇറങ്ങുവാനായിട്ട് സമ്മതം നൽകാത്തവരാണ് മെക്സിക്കോയും കൊളംബിയയും. അവിടെയാണ് ഇറക്കുമതി ചുങ്കം കൂട്ടിയത് ട്രംപ്. പക്ഷെ അത് മരവിപ്പിക്കേണ്ടി വന്നിട്ടില്ലേ? മഞ്ജുഷേ, മറ്റ് രാജ്യങ്ങളുടെ കാര്യം കൂടെ ചിന്തിക്കണേ. അതായത് ഇപ്പോ ഗൾഫിൽ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ അവിടെ ട്രീറ്റ് ചെയ്യുന്നുള്ള കാര്യം കൂടെ ചിന്തിക്കണം. അതിനെക്കുറിച്ചും കൂടി പറയണം. സജിമോൻ, അത് ഈ ഉണ്ടായിട്ടില്ലേ അവിടെ? മഞ്ജുഷ, ഇല്ലീഗൽ ഇമിഗ്രേഷൻ നമ്മൾ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെ അധികം ഹാർട്ട് ടച്ചിങ് ടോപ്പിക്കാണ്. കാരണം നമ്മൾ പലരും കേരളം അതിരുകളില്ലാതെ വളർന്ന ബോർഡർലെസ് ആയിട്ട് നമ്മൾ എല്ലായിടത്തും ഉണ്ട്, അന്റാർട്ടിക്ക തൊട്ട് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ശ്രീജിത്ത് പറഞ്ഞു കൊടുക്കുന്നതിന് ഗൾഫിലുണ്ട്, പാകിസ്ഥാനിൽ എനിക്കറിയില്ല, മറ്റ് ഈവൻ ചൈനയിലുണ്ട്, അല്ലെങ്കിൽ റഷ്യയിലുണ്ട്, അല്ലെങ്കിൽ നോർത്ത് അമേരിക്കൻ ഐക്യനാടുകൾ എല്ലായിടത്തും ഉണ്ട്. ഓരോ രാജ്യത്തും അതിന്റെ പോളിസികൾ, അതിനെ ഡീൽ ചെയ്യുന്ന അല്ലെ ഇല്ലീഗൽ ഇമിഗ്രേറ്റ്സിനെ ഡീൽ ചെയ്യുന്ന രീതികൾക്ക്, നിയമങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതിന് നമുക്ക് തർക്കിച്ചിട്ട് കാര്യമില്ല. അമേരിക്കയിലെ ഇതുവരെ ഒരു സോഫ്റ്റ് കോർണർ ആയിരുന്നു. കാരണം ഇവിടുത്തെ ഗവൺമെന്റ് അല്ലെ ഇവിടുത്തെ ഇക്കണോമിക്ക് ഒരു പരിധിവരെ അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തിന് ഒരു കടപ്പാടാകും, അല്ലെങ്കിൽ ഒരു ബാധ്യത ആവും എന്നുള്ളൊരു തലത്തിലേക്ക് വന്നില്ലായിരുന്നു, അല്ലെങ്കിൽ ഭരണാധികാരികൾ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അത് ഓക്കെ ആയിരുന്നു കൈൻഡ് ഓഫ്. പക്ഷെ ഇന്ന് മുന്നേക്ക് പോകുമ്പം അത് തീർച്ചയായിട്ടും ഒരു ഹോട്ട് ടോപ്പിക്കാണ്. ഈ പറഞ്ഞ 7 ലക്ഷത്തിലധികം ഇന്ത്യക്കാരെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ബാധിക്കും എന്ന് കരുതി ആ 7 ലക്ഷം പേര് അടുത്ത ആഴ്ച ഫ്ലൈറ്റിലൂടെ വരും എന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പം ഈ ഇരു രാജ്യങ്ങളും സംസാരിച്ച് ചില കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടായേക്കാം. ഫോർ എക്സാമ്പിൾ, ഞങ്ങളൊക്കെ വളരെ സ്റ്റണ്ണായി പോയൊരു ഡിസിഷൻ ഉണ്ട്. കാരണം ഇവിടെയുള്ള ഒരു ബർത്ത് റൈറ്റ് ഓട്ടോമാറ്റിക് സിറ്റിസൺഷിപ്പ് ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡറിൽ സൈൻ ചെയ്തത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് വന്ന ആൾക്കാരുടെ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് ഡിനേ ചെയ്യും. എന്നാൽ ലീഗലായിട്ട് വന്ന മീൻസ് ലീഗൽ എന്ന് പറയുമ്പോൾ H1, F1, B1, L1 ഇങ്ങനെയുള്ള വിസകളിൽ ലീഗലായിട്ട് വന്ന ആൾക്കാർക്ക് അത് ബാധിക്കുകയില്ല എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആയിരുന്നു ഈവൻ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള ആൾക്കാർ പോലും വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല ഡിസിഷൻ വന്നപ്പം ഒരുമിച്ച് ഔട്ട്റൈറ്റ് ഇല്ലീഗലായിട്ടാണെങ്കിലും ലീഗലായിട്ടാണെങ്കിലും ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 14ാമത്തെ ഭരണഘടന ഉള്ളതാണ്. ആ അമെന്റ്മെന്റ് പോലും ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഉത്തരവിനെയാണ് ട്രംപ് ഒപ്പിട്ടത്. എന്നാൽ അത് പിന്നീട് മരവിപ്പിക്കപ്പെട്ടു. ഇന്നലെയും ഫെഡറൽ കോർട്ട് അതിനെ ഡിനേ ചെയ്തു. അത് മുന്നോട്ട് പോകാനുള്ള ചാൻസസ് വളരെ ലെസ്സാണ്. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് ആ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോഴത്തെ ഒരു രീതിയിലുള്ള പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് അവർ പറഞ്ഞ പോയിന്റിൽ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള ഒരു നേട്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെന്റ് അല്പം കരുതലോടുകൂടിയാണ് നീങ്ങുന്നത്. ഇദ്ദേഹത്തെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ കണ്ടേക്കാം. അല്ലെങ്കിൽ പക്ഷേ ആ ഒരു കരുതലല്ല വേണ്ടതെന്നാണല്ലോ കോൺഗ്രസിന്റെ നിലപാട്. അതുപോലെ തന്നെ ഇവിടെ ശ്രീജിത്ത് പണിക്കർ ചൂണ്ടിക്കാണിച്ചിരുന്നു, താങ്കൾ ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് രാജീവ് ഗാന്ധിയാണല്ലോ ആസാം അക്കോർഡിന്റെ ഉപജ്ഞാതാവെന്ന്. എനിക്ക് അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട്. എന്താണ് ആസാം അക്കോർഡ്? ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല. അവിടെയുള്ള എല്ലാ ആളുകളും, ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ ഉൾപ്പെടെ ഉൾപ്പെടെ മുഴുവൻ ആളുകളുമായി ചർച്ച ചെയ്ത് ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചു. ഏതാ കട്ട് ഓഫ് ഡേറ്റ്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ബംഗ്ലാദേശ് വിഷയത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങിയ 1971 ഡിസംബർ മാസം, ഞാൻ കൃത്യം ഡേറ്റ് ഓർക്കുന്നില്ല, ആ ഡേറ്റ് വെച്ച് ആ ഡേറ്റിന് മുമ്പ് അവിടെ വന്ന മുഴുവൻ ആളുകളെയും അവിടെ സ്വീകരിക്കാനും ആ ഡേറ്റിന് ശേഷം വന്ന ആളുകളെ അഭയാർത്ഥികളായി പരിഗണിച്ചുകൊണ്ട് അവരെ തിരിച്ചയക്കുവാനുമാണ് ആസാം അക്കോർഡ് എന്ന് പറയുന്നത്. അതിനകത്ത് പിന്നെ രാജീവ് ഗാന്ധി അനാവശ്യമായിട്ടോ പിന്നെ രാജ്യത്തിന് വിരുദ്ധമായിട്ടോ എന്തെങ്കിലും ചെയ്തതെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവരെ റെഫ്യൂജീസ് ആണ്. ആ യുദ്ധത്തെ തുടർന്ന് അഭയാർത്ഥികളായി വന്നു, അവരെ തിരിച്ചയക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് എല്ലാവരും അംഗീകരിച്ച പിന്നെ ഒരു പോളിസിയാണ്. പിന്നെ അല്ലാതെ അവരെയൊക്കെ ഈ പറയുന്ന കയ്യലും കാലിലും ഒക്കെ കയ്യാമം വെച്ചു. റെഫ്യൂജീസ് ആയിരുന്നില്ലല്ലോ സാർ ആസാം അക്കോർഡിലുള്ളത്. ഇല്ലീഗൽ മൈഗ്രൻസിനെ ഹാൻഡിൽ ചെയ്യാനായിരുന്നില്ലേ? റെഫ്യൂജീസും ഇല്ലീഗൽ മൈഗ്രൻസ് ഒരു ഡേറ്റ്, ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചു. ഇല്ല, എവിടെ നിന്നാണ്? ഇല്ല, ആസാം അക്കോർഡിൽ എവിടെ നിന്നാണ് റെഫ്യൂജീസ് പഠിക്കുകയോ ഒക്കെ ചെയ്തതാണ്. ആസാം അക്കോർഡിൽ എവിടെ നിന്നാണ് താങ്കളാ പറഞ്ഞിരിക്കുന്നത്? ആസാം അക്കോർഡിൽ നമ്മൾ പറയുന്നത് അല്ലല്ല, ആസാം അക്കോർഡിൽ നമ്മൾ പറയുന്നത് സാർ ഒരു സെക്കൻഡ്, താങ്കൾ പറഞ്ഞത് ഫൗണ്ടേഷനലി തെറ്റാണ്. ആസാം അക്കോർഡിൽ നമ്മൾ പറയുന്നത്
റെഫ്യൂജീസിനെ കുറിച്ചല്ല. ആസാം അക്കോർഡിൽ നമ്മൾ പറയുന്നത് ഇല്ലീഗൽ മൈഗ്രൻസിനെ കുറിച്ചാണ്. ഇല്ലീഗൽ മൈഗ്രൻസും റെഫ്യൂജീസും രണ്ടാണ്. റെഫ്യൂജീസ് എന്ന് പറയുന്നത് നമ്മൾ അഭയം കൊടുക്കുന്ന ആൾക്കാർ. ഞാനൊരു കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞല്ലോ. ഒരു കട്ട് ഓഫ് ഡേറ്റിന് ശേഷമുള്ള ആളുകൾ അവരെ എങ്ങനെയാണെങ്കിലും പരിഗണിക്കാം. അവരെ റെഫ്യൂജീസ് എന്നോ ഇല്ലീഗൽ മൈഗ്രൻസ് അല്ല. രാജീവ് ഗാന്ധി അവരെ ഇല്ലീഗൽ മൈഗ്രന്റ് ആയിട്ടാണ് പരിഗണിച്ചതെന്നല്ല എന്റെ പോയിന്റ്. അത് യുദ്ധത്തിന് ശേഷം ഇങ്ങോട്ട് വന്ന ആളുകൾ അത് അവര് റെഫ്യൂജീസ് ആയിക്കോട്ടെ, അവര് ഇല്ലീഗൽ മൈഗ്രന്റ് ആയിട്ട് അവരെ തിരിച്ചയക്കാൻ വേണ്ടി തീരുമാനിച്ചു. യുദ്ധത്തിന് ശേഷമാണല്ലോ പലായനം ഉണ്ടായത്. അത് കോടിക്കണക്കിന് ആളുകളുണ്ട്. അത് യുദ്ധത്തിന് ശേഷമല്ലേ പലായനം ഉണ്ടായത്? അതാണല്ലോ പ്രശ്നം. അതായത് അമേരിക്കയിലേക്ക് മികച്ച സാമ്പത്തിക അവസരങ്ങൾ തേടി ആൾക്കാർ പോയതുപോലെ തന്നെ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ബംഗ്ലാദേശി ജനത ഇന്ത്യയിലേക്ക് വന്നു. അവർ ആസാമിൽ കൂട്ടത്തോടെ താമസിച്ചു. മനസ്സിലായില്ലേ? എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് വന്നു. അല്ല, ഈ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഇല്ലീഗൽ മൈഗ്രേഷൻ യുദ്ധത്തിന്റെ സമയത്ത് വരുന്നവരെ ഒന്നും ആരും രണ്ടു കൈ നീട്ടി സ്വീകരിക്കാൻ അവരെ തിരിച്ചയക്കും. ആ യുദ്ധത്തിന് ശേഷം ഉണ്ടാകുന്ന എഗ്രിമെന്റുകളും ഒക്കെ വെച്ച് അവർ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിക്കോട്ടെ, റെഫ്യൂജീസ് ആയിക്കോട്ടെ, ഏത് ഡെഫിനിഷൻ വന്നാലും ശരി അവരെ തിരിച്ചയക്കും. അമേരിക്ക ഇങ്ങനെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി തിരിച്ചയക്കുന്നത് അത് മരവിപ്പിക്കണം എന്നുള്ള ഒരു നിലപാട് എന്തായാലും എടുക്കുവാൻ ഇന്ത്യക്ക് കഴിയില്ലല്ലോ. അങ്ങനെ അവരെ തിരിച്ചയക്കരുത് എന്ന നിലപാട് എടുക്കാൻ എനിക്ക് സമയം, എനിക്ക് ഒരു മിനിറ്റ് തരണം. എനിക്ക് സമയം കിട്ടി. ഞാൻ ഒരു ഒറ്റ കാര്യം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചോട്ടെ. ഭഗവാനോട് ശ്രീജിത്ത് പണിക്കര് പറഞ്ഞു, പിന്നെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്ന് പറയുകയാണ്. പക്ഷെ 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞല്ലോ, 1961 നെഹ്റുവും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയും ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങൾ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി ചെയ്ത് കിട്ടും. അപ്പോൾ എല്ലാ രാജ്യത്തെയും ഭരണാധികാരികൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമൽ ടെൻസ് ഉണ്ടാവും. ഞാൻ ഒറ്റ കാര്യം ചോദിക്കും, എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും വേദന എടുക്കുന്നത് ചോദിച്ചാൽ, അമേരിക്ക ഇന്ത്യക്ക് മോസ്റ്റ് ഫേവേർഡ് നേഷൻ പദവി നൽകിയിട്ടുണ്ട്. ഈ പറയുന്ന മെക്സിക്കോയ്ക്കോ ഇക്വഡോറിനോ ഗാറ്റിമാലയ്ക്കോ ഒന്നും ആ പദവി കിട്ടിട്ടില്ല. ഇന്നിവിടെ വല്ലാണ്ട് സെലിബ്രേറ്റ് ചെയ്തു, വല്ലാണ്ട് ആഘോഷിച്ചു. അമേരിക്കയുടെ പദവി. അങ്ങനെ നമുക്കൊരു പ്രത്യേക പദവി നൽകുമ്പോൾ നമുക്കൊരു ഇൻഫോർമൽ ടോക്കിലൂടെ അവരെ തിരിച്ചയക്കണമെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല. താങ്കൾക്ക് ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് തെറ്റാണ്. ഒരു പ്രത്യേക സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രാജ്യത്തിനോടുള്ള ഒരു ട്രേഡിന്റെ കാര്യത്തിലോ ഫോറിൻ അഫയേഴ്സിന്റെ കാര്യത്തിലോ ഉള്ള കുറേയധികം റിലാക്സേഷൻസ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് അമേരിക്ക ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി കുറേയധികം രാജ്യങ്ങൾക്ക് 1% കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സെക്കൻഡ് ചില പ്രിഫേർഡ് നേഷൻസ് അതിലൊരു റിബേറ്റ് കൊടുക്കും. അല്ലാതെ അവിടെ ആ രാജ്യക്കാരായിട്ടുള്ള ഇല്ലീഗൽ മൈഗ്രൻസിന് ഗുണമൊന്നും പറ്റില്ല. ഇല്ലീഗൽ മൈഗ്രൻസിന് ഗുണമൊന്നും കൊടുക്കില്ല. ഞാൻ പറഞ്ഞത് ട്രംപിനെ വലിയ ആഘോഷമാക്കി കൊണ്ടുനടക്കുകയും ഒക്കെ ചെയ്തത്. അല്ല, അതായിക്കോട്ടെ. പ്രിഫേർഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇല്ലീഗൽ മൈഗ്രേഷനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പ്രിഫേർഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇല്ലീഗൽ മൈഗ്രേഷനെ സഹായിക്കുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞ ആസാം അക്കോർഡിൽ നിന്ന് താങ്കൾ ഒളിച്ചോടുകയാണ്. ആസാം അക്കോർഡിൽ നിന്ന് താങ്കൾ ഒളിച്ചോടുകയാണ്. അമേരിക്കയിൽ നിന്ന് മെക്സിക്കോ ബോർഡറിലേക്ക് മതില് കെട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന ട്രംപിനെ പോലെ ആസാം അക്കോർഡ് സൈൻ ചെയ്യുന്ന സമയത്ത് ഫിസിക്കലായിട്ടുള്ള ബാരിയറുകൾ മതില് കെട്ടുമെന്നും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ല, ഇവിടെ ആശങ്ക ഉണ്ടാകുന്നത് ഈ മോദി മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ ആ വാക്കുകൾ കൊണ്ട് തന്നെ ഈ കുടിയേറ്റക്കാരെ ഈ രീതിയിൽ തിരിച്ചയച്ചതിനെയാണ് കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത്. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: തിരിച്ചയച്ചവർക്ക് വിലങ്ങ്, അമേരിക്ക ഇന്ത്യയെ അപമാനിച്ചുവെന്ന് 63% പ്രേക്ഷകർ, ഇല്ല എന്ന് 2 പേര് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.